അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു. വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ലോകരക്ഷിതാവായ അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് അവൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും അനുസരിച്ച് പാലിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ മനുഷ്യരോടുള്ള വലിയ അനുഗ്രഹമായ ഒരു മാസത്തെ വരവേൽക്കാനാണ് നമ്മൾ തയ്യാറായി നിൽക്കുന്നത്. ഒരുപാട് നാളുകളായി പല ക്ലാസ്സുകളും പല രൂപത്തിലുള്ള പ്രഭാഷണങ്ങളും ഈ മാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കാറുണ്ട്. അതിൽ നിന്നൊന്നും ഒട്ടും വ്യത്യസ്തമല്ലാത്ത ചില കാര്യങ്ങളാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഏത് കർമ്മത്തിനെയും അല്ലാഹു തആല നമുക്ക് നിശ്ചയിച്ച് തന്നിട്ടുള്ള ഏത് കർമ്മത്തിനും രണ്ട് വശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. രണ്ട് വശങ്ങളിൽ ഒന്നാമത്തേത് ഫിഖ്ഹും രണ്ടാമത്തേത് അതിൻ്റെ റൂഹിയായ വശവും ആത്മീയമായ വശവും. നോമ്പിലൂടെ നമ്മൾ പല വട്ടം കേട്ടിട്ടുള്ളതാണ്, നോമ്പ് എന്തിനു വേണ്ടിയാണ് അല്ലാഹു തആല അങ്ങനെ ഒരു നോമ്പ് നമുക്ക് നിർബന്ധമാക്കിയത്? ലഅല്ലക്കും തത്തഖൂൻ എന്നതാണ്. നമ്മൾ മുത്തഖികളായി മാറാൻ വേണ്ടിയാണ് അല്ലാഹു തആല നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളത്. അപ്പോൾ നോമ്പിൻ്റെ റൂഹിയായ ആത്മീയമായ വശമാണ് സത്യത്തിൽ മുത്തഖികളായി മാറുക എന്നുള്ളത്. പക്ഷേ നോമ്പിന് വേറൊരു വശമുണ്ട്, ഫിഖ്ഹിയായ വശം. അത് ഏകദേശം ഇങ്ങനെ വിശദീകരിക്കാം. ഈ ഗ്ലാസ് അല്ലെങ്കിൽ ഈ പാത്രം, ഇത് ഉപയോഗിക്കുന്നത് വെള്ളം കുടിക്കാൻ വേണ്ടിയാണ്. ഇത് വെള്ളം കുടിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിന് രണ്ട് സംഗതികളുണ്ട്. ഇതിലൂടെ നമുക്ക് വെള്ളം കിട്ടും. അതാണ് നോമ്പിലൂടെ നാം കിട്ടുന്ന തഖ്വ. പക്ഷേ ഈ ഗ്ലാസ്സിന് ഒരുപാട് നിബന്ധനകളുണ്ട്. ഇതിൻ്റെ താഴെ ഹോള് പാടില്ല. അങ്ങനെയുണ്ട് എങ്കിൽ ഈ വെള്ളം ഇതിൽ നിൽക്കില്ല, ആ വെള്ളം നമുക്ക് കുടിക്കാൻ കഴിയില്ല. അതേപോലെ ഇത് ഒരു ഉരുണ്ട ആകൃതിയിലല്ല എങ്കിൽ, പരന്ന രൂപത്തിലാണ് എങ്കിൽ അതിൽ വെള്ളം തങ്ങി നിൽക്കില്ല. ഒരു സാധനമുണ്ടായി അത് പരന്നാണ് നിൽക്കുന്നതെങ്കിൽ വെള്ളത്തെ തടഞ്ഞു നിൽക്കാൻ പാകത്തിനല്ല എങ്കിൽ അതിൽ വെള്ളം നിൽക്കില്ല. അപ്പോൾ അതേപോലെ തഖ്വ നോമ്പിലൂടെ നമുക്ക് ലഭിക്കണമെങ്കിൽ അല്ലാഹു തആല ചില നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ നിയമങ്ങളാണ് ഫിഖ്ഹ്. അപ്പോൾ ഫിഖ്ഹ് യഥാർത്ഥത്തിൽ നോമ്പ് നമുക്ക് തഖ്വയുണ്ടാക്കുവാനാണ്. പക്ഷേ ആ തഖ്വയുണ്ടാക്കുന്ന നോമ്പ് നമുക്ക് തോന്നിയ മാതിരി നാം നോറ്റാൽ പോരാ. അല്ലാഹു അവൻ്റെ റസൂലിലൂടെ നിയമമാക്കിയ നിയമങ്ങൾ അനുസരിച്ചായിരിക്കണം നോൽക്കേണ്ടത്. ഏതുപോലെ ഈ ഗ്ലാസ് ഉപയോഗിക്കുന്നത് വെള്ളം കുടിക്കാനാണ്. അതിൽ വെള്ളം കിട്ടണമെങ്കിൽ കുറച്ച് നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ പാലിച്ചിരിക്കണം. എന്നാൽ ചില ആളുകൾ
ഈ ഗ്ലാസിൻ്റെ ഭംഗിയും ഈ ഗ്ലാസിൻ്റെ നിബന്ധനയും മാത്രം നോക്കി നിൽക്കുന്നു. ഇത് എങ്ങനെയെങ്കിലും പെർഫെക്റ്റ് ആക്കണം. ഈ ഗ്ലാസ് ഒരു തരി വളവ് പോലുമില്ലാതെ, ചെരിവ് പോലുമില്ലാതെ, കളറ് വ്യത്യാസമില്ലാതെ, തീരെ ഹോളുകളില്ലാതെ ഈ ഗ്ലാസ് എങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ കൊണ്ടു നടക്കുന്നു. പക്ഷേ അവരതിലേക്ക് വെള്ളം ഒഴിക്കുന്നില്ല. വെള്ളം ഒഴിക്കാതെ എങ്ങനെ അവർക്ക് വെള്ളം കുടിക്കാൻ പറ്റും? നോമ്പിൻ്റെ യഥാർത്ഥ റൂഹ് ഈ വെള്ളമാണ്, ഈ തഖ്വയാണ്. പക്ഷേ ആ തഖ്വ വേണമെങ്കിൽ എന്ത് വേണം? ഈ വെള്ളം വേണമെങ്കിൽ എന്ത് വേണം? ഈ ഗ്ലാസ് ഹോളില്ലാത്തതായിരിക്കണം. അതുപോലെയാണ് ഫിഖ്. ഇന്ന് ഇൻഷാ അല്ലാഹ് നോമ്പുമായി ബന്ധപ്പെട്ട ചില ഫിഖ്ഹി വശങ്ങളാണ് പറയുന്നത്. നോമ്പിലെ റുക്നുകളാണ് ഇൻഷാ അല്ലാഹ് പറയാൻ ഉദ്ദേശിക്കുന്നത്. റുക്നുകൾ എന്ന് പറഞ്ഞാൽ, ഒരു കർമ്മത്തിൻ്റെ റുക്ന് എന്ന് പറഞ്ഞാൽ, ഒരു റുക്നില്ല എങ്കിൽ, ഇപ്പോൾ ഒരു 5 റുക്നുണ്ട് എന്ന് കരുതുക, അതിൽ ഒരു റുക്നില്ല എങ്കിൽ ആ സാധനം ഇല്ല. നമസ്കാരത്തിന് ഇത്ര റുക്നുകളുണ്ട് എന്ന് കരുതുക, ആ റുക്നുകളിൽ ഏതെങ്കിലും ഒരു റുക്ന് മിസ്സായിപ്പോയാൽ പിന്നെ ആ നമസ്കാരമില്ല, അത് രണ്ടാമത് ചെയ്യേണ്ടി വരും. അതേപോലെ നോമ്പിൻ്റെ റുക്നുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു റുക്ന് നഷ്ടപ്പെട്ടു പോയാൽ ആ നോമ്പ് ബാത്തിലായിപ്പോയി. എന്തൊക്കെയാണ് നോമ്പിൻ്റെ റുക്നുകൾ? 3 എണ്ണമാണ് നോമ്പിൻ്റെ റുക്നുകൾ. ഒന്നാമത്തേത് നിയ്യത്ത്, രണ്ടാമത്തേത് സമൻ, മൂന്നാമത്തേത് മുഫത്തിറാത്തുകളിൽ നിന്ന് വേറിട്ട് നിൽക്കുക, ഭിന്നിച്ച് നിൽക്കുക എന്നുള്ളതാണ്. വിശദീകരിക്കാം. ഒന്നാമത്തേത് നിയ്യത്ത്. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഏത് കർമ്മത്തിനും അടിസ്ഥാനം നിയ്യത്താണ്. ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത്. ഏത് കർമ്മത്തിനും അടിസ്ഥാനം നിയ്യത്താണ്. അത് തന്നെ 2 അർത്ഥത്തിലാണ് പ്രയോഗിച്ചിട്ടുള്ളത്. ഒന്ന്, ഏത് മനുഷ്യൻ ഒരു കർമ്മം ചെയ്യുകയാണെങ്കിലും അവൻ എത്ര പെർഫെക്റ്റായ ഫിഖ്ഹിയായിട്ട് എത്ര പെർഫെക്റ്റായിട്ട് ചെയ്താലും അവൻ്റെ മനസ്സിൽ എന്താണോ ഉദ്ദേശം അതിനനുസരിച്ച് അവനക്ക് പ്രതിഫലം ലഭിക്കൂ. അതാണ് ഒന്നാമത്തെ നിയ്യത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ നിയ്യത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ള നിയ്യത്ത്. അതായത് ഒരു ബോധവുമില്ലാതെ അങ്ങോട്ട് നോമ്പ് നോൽക്കരുത്, ബോധപൂർവമായിരിക്കണം നോമ്പ് നോൽക്കേണ്ടത്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, മൻ ലം യുജ്മി ഇസ്സിയാമ ഖബ്ലൽ ഫജ്രി ഫലാ സിയാമ ലഹു. ഫജ്റിന് മുന്ന് ആരെങ്കിലും നോമ്പ് നോൽക്കണം എന്ന് ഉദ്ദേശിക്കാതിരുന്നാൽ അവന് നോമ്പില്ല. അതായത് രാവിലെ എല്ലാവരും നോമ്പ് നോൽക്കണമുണ്ടോ, എന്നാൽ ഞാനും നോൽക്കുക എന്ന ഒരു അയകൊയമ്പ നയത്തിലൂടെ നോമ്പ് പറ്റില്ല. നോമ്പ് ഒരാൾ ഉദ്ദേശിക്കണം, നാളെ നോമ്പ് നോൽക്കണം എന്ന് ഉദ്ദേശിക്കുക തന്നെയാണ്. അത് മിക്ക ആളുകളുടെ മനസ്സിലുണ്ടാവും. അതുതന്നെയാണ് ഈ നിയ്യത്ത് എന്ന് പറയുന്നത്. ഒരു അശ്രദ്ധമായ രൂപത്തിൽ ഒരാളൊരു പള്ളി കണ്ടു, പള്ളിയിൽ കയറി ഇങ്ങനെ നമസ്കരിച്ചിറങ്ങുമ്പോൾ അയാളോട് ചോദിക്കുകയാണ്, എന്താ നമസ്കരിച്ചത്? ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ നമസ്കരിച്ചതാണ്. അതിന് നിയ്യത്തില്ല. അതെന്താണ് നമസ്കരിച്ചത് എന്ന് നിയ്യത്തില്ല. അതാണ് ഇവിടെ പറഞ്ഞത്, നിർബന്ധമായിട്ടും നിയ്യത്ത് വേണം. അതായത് രാത്രി തന്നെ നാളെ നോമ്പ് നോൽക്കണം എന്ന് കരുതണം. അത് തലഫുദ്, ആ നിയ്യത്ത് പറയൽ ഒരിക്കലും ഇസ്ലാമികമല്ല. അത് പുതുതായി ചേർന്ന് വന്ന കാര്യമാണ് അത്തലഫുദു ബിന്നിയ്യ. കാരണം നിയ്യത്തിൻ്റെ മഹല്ല്, നിയ്യത്തിൻ്റെ സ്ഥലം അത് ഹൃദയമാണ്. ഹൃദയത്തിലാണ് ഒരാളുടെ ഉദ്ദേശം ഉണ്ടാകേണ്ടത്. അപ്പോൾ നാളെ നോമ്പ് നോൽക്കണം എന്നൊരാൾ ഉദ്ദേശിക്കും, അത് പ്രത്യേകമായിട്ട് അതിന് ചെന്നിരിക്കുകയോ ഒരു ചടങ്ങിലിരിക്കുകയോ കുറച്ച് വാചകങ്ങൾ പറയുകയേണ്ട ആവശ്യമില്ല. നാളെ നോമ്പ് നോൽക്കണമെന്ന് ഉദ്ദേശം ഉണ്ടായാൽ മതി. അങ്ങനെ ഉദ്ദേശമൊന്നുമില്ലാതെ ഒരാൾ നിൽക്കുകയാണ് എങ്കിൽ അവന് രാവിലെ നോമ്പ് നോൽക്കാൻ നോമ്പില്ല എന്നാണ് ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഇതാണ് ഒന്നാമത്തെ റുക്ന്. ഈ റുക്നില്ല എങ്കിൽ നോമ്പില്ല. അവൻ എത്ര പെർഫെക്റ്റായിട്ട് നോമ്പ് നോറ്റാലും നിയ്യത്തില്ലാതെയാണ് നോമ്പ് നോറ്റത് എങ്കിൽ. ഇനി രണ്ടാമത്തേത് സമൻ എന്ന് പറയും, അല്ലെങ്കിൽ സമാൻ, കാലം. നോമ്പിന് 2 കാലമുണ്ട്. അത് സമനു വുജൂബിൻ, നോമ്പ് നിർബന്ധമാകുന്ന കാലമുണ്ട്. അതായത് ഷഅബാനോ അല്ലെങ്കിൽ ശവ്വാലോ അല്ല, റമദാൻ ആകണം നോമ്പ് നിർബന്ധമാവണമെങ്കിൽ. ഒരാൾ റമദാൻ ആവുന്നതിന് മുന്നേ റമദാൻ നോമ്പ് ഷഅബാനിൽ പിടിച്ചാൽ എന്താകും? നോമ്പാകുമോ? ഇല്ല. അതാണ് സമൻ വേണം എന്ന് പറയുന്നത്. രണ്ടാമത്തെ നിബന്ധനയിൽപ്പെട്ടതാണ് സമൻ. ആ സമൻ തന്നെ 2 എണ്ണമാണ്. ഒന്ന് സമനു വുജൂബിൻ, നിർബന്ധമാകുന്ന സമൻ.
നോമ്പ് നിർബന്ധമാകുന്നത് ഷഅബാനിലോ അല്ലെങ്കിൽ അതിന് മുന്നത്തെ മാസത്തിലോ അല്ലെങ്കിൽ റമദാനിന് ശേഷമുള്ള മാസത്തിലോ അല്ല, മറിച്ച് എപ്പോഴാണ്? റമദാനിൻ്റെ മാസപ്പിറവി കണ്ട അത് മുതൽ ശവ്വാലിൻ്റെ മാസപ്പിറവി കാണുന്നത് വരെ ഉള്ള സമയം, അതാണ് ഷഹ്ർ. അതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് സമനു ഇംസാക്കിൻ. എന്നാൽ റമദാൻ മാസമായി എന്നുള്ളത് കൊണ്ട് റമദാൻ മാസം മുഴുവനും നോമ്പ് നോൽക്കണോ? വേണ്ട, പകൽ മാത്രം മതി. രാത്രി നോക്കണോ? വേണ്ട. അതാണ് സമനു ഇംസാക്കിൻ, നോമ്പ് നോൽക്കുന്ന സമയം. നോമ്പ് നോൽക്കുന്ന, അതായത് പിടിക്കുന്ന സമയം, സമനു ഇംസാക്കിൻ. അപ്പോൾ സമനു വുജൂബുണ്ട്, സമൻ ഇംസാക്കുണ്ട് റമദാൻ മാസത്തിൽ. ഒന്ന് സമനു വുജൂബ് എന്ന് പറഞ്ഞാൽ റമദാൻ മാസമാകണം. രണ്ട് സമനു ഇംസാക്ക് എന്ന് പറഞ്ഞാൽ ഫജ്ർ മുതൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഉറൂബ് ഷംസ് വരെയുള്ള സമയം. ഇതാണ് രണ്ടാമത്തെ നിബന്ധന. ഒരാൾ രാത്രിയാണ് നോമ്പ് നോൽക്കുന്നത് എങ്കിൽ ഈ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അയാളുടെ നോമ്പ് സ്വീകരിക്കുമോ? ഇല്ല. കാരണം അതാണ്, സമനിൽ അയാൾ തെറ്റി. അയാൾക്ക് നീയത്തുണ്ട്, പക്ഷേ വേറെ പല കാര്യങ്ങളുണ്ട്, പക്ഷേ സമനിൽ തെറ്റി. ഒന്ന് റമദാനിലല്ലാത്ത സമയത്ത് നോമ്പ് നോറ്റു. ഏത് നിർബന്ധ നോമ്പായിട്ട് റമദാൻ അല്ലാത്ത സമയത്ത് നോറ്റു, പറ്റില്ല. അതേപോലെ സമനു ഇംസാക്കിൻ്റെ സമയം വിട്ടിട്ട് അയാൾ നോമ്പ് നോൽക്കാൻ തുടങ്ങി. ഒരാൾ ളുഹ്ർ മുതൽ ഇശാ വരെ നോമ്പ് നോൽക്കാമെന്ന് കരുതി, പറ്റുമോ? പറ്റില്ല. അപ്പോൾ സമനു വുജൂബും സമനു ഇംസാക്കും വേണം. അപ്പോൾ ഒന്നാമത്തേത് നിയ്യത്ത്, രണ്ടാമത്തേത് സമൻ. മൂന്നാമത്തേത് അതാണ് അൽ ഇംസാഖു അനിൽ മുഫത്തിറാത്ത്. അതാണ് ഇൻഷാ അല്ലാഹ് നമ്മളുടെ ഇന്നത്തെ വിഷയത്തിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പല ആളുകളും പല രൂപത്തിലും സംശയമായിട്ട് എപ്പോഴും വരുന്ന കാര്യങ്ങളാണ്. അൽ ഇംസാഖു അനിൽ മുഫത്തിറാത്ത്, നോമ്പിനെ മുറിച്ചു കളയുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം. ഒന്ന് നിയ്യത്ത് വേണം, രണ്ട് ആ കാലത്തിലായിരിക്കണം, ആ സമയത്തായിരിക്കണം ചെയ്യേണ്ടത്. അതായത് റമദാൻ മാസത്തിൽ ഫജ്ർ മുതൽ ഉറൂബ് ഷംസ് വരെയാണ് ചെയ്യേണ്ടത്. മൂന്നാമത്തെ നിബന്ധന, അല്ലെങ്കിൽ നിബന്ധനയല്ല, മൂന്നാമത്തെ റുക്ന് അൽ ഇംസാഖു അനിൽ മുഫത്തിറാത്ത്, നോമ്പിനെ മുറിച്ച് കളയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം. അതിലേതെങ്കിലും ഒരു കാര്യം ചെയ്താലോ, നോമ്പിനെ മുറിച്ച് കളയുന്ന ഏതെങ്കിലും ഒരു കാര്യം ചെയ്താലോ നോമ്പ് രണ്ടാമത് തുടങ്ങണം. വേറൊരു ദിവസം നോമ്പ് തുടങ്ങുകയും വേണം. എന്തൊക്കെയാണ് എന്നാണ് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാൻ പോകുന്നത്. അൽ മുഫത്തിറാത്ത് ഏതൊക്കെയാണ്, നോമ്പിനെ മുറിച്ച് കളയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ്. പ്രധാനമായിട്ടും 5 കാര്യങ്ങളെ അല്ലെങ്കിൽ 6 കാര്യങ്ങളെ അൽ മുഫത്തിറാത്ത് എന്ന് പറയും. ഇനി അതിൻ്റെ ഓരോന്നിൻ്റെ വിശദാംശങ്ങളിലാണ് സത്യത്തിൽ മറ്റു പല മുഫത്തിറാത്തുകളും കടന്നു വരുന്നത്. ഒന്നാമത്തേത് അൽ അക്ലു വശുർബു, തിന്നുക, കുടിക്കുക. ഇത് നോമ്പിനെ മുറിച്ച് കളയുന്നതാണ്. രണ്ടാമത്തേത് അൽ കൈഉ അമദൻ, മനഃപൂർവ്വം ഛർദ്ദിക്കുക ഒക്കെ വിശദീകരിക്കും. മൂന്നാമത്തേത് അൽ ജിമാഉ, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടുക, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക. നാലാമത്തേത് അൽ ഹൈദ്, ആർത്തവമുണ്ടാവുക. അഞ്ചാമത്തേത് അൻ നിഫാസ്, പ്രസവരക്തം വരിക. ഇങ്ങനെയുള്ള 5 കാര്യങ്ങൾ ഒരാളിൽ സംഭവിച്ചാൽ അത് മുഫത്തിറാത്താണ്, നോമ്പിനെ മുറിച്ചു കളയുന്നതാണ്. അതുണ്ടായാൽ മൂന്നാമത്തെ റുക്കിനായ അൽ ഇംസാഖു അനിൽ മുഫത്തിറാത്ത് എന്ന് പറയുന്ന ആ റുക്കിന് പോയി. അതോടുകൂടി നോമ്പ് വേറൊരെണ്ണം കൂടി എടുക്കേണ്ടി വരികയാണ്. ഈ നോമ്പ് വാലിഡായിട്ട് തീരുകയില്ല. ഇനി ഒന്നുകൂടി വിശദീകരിക്കുകയാണ്. എന്തൊക്കെയാണ് ഈ പറഞ്ഞതിൻ്റെ ഓരോന്നിനെയും വിശദീകരിക്കണം. ഈ 5 കാര്യങ്ങൾ എടുത്ത് വിശദീകരിക്കണം. അതിൻ്റെ ഇടയിലൂടെയാണ് നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തേത് അൽ അക്ലു വശുർബ്, തിന്നുക, കുടിക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ തിന്നലിനും കുടിക്കലിനും പകരമായിട്ട് വരുന്ന എന്തായാലും ശരി, തിന്നൽ കുടിക്കുക എന്നത് നമ്മൾക്ക് കാണാവുന്നൊരു സംഗതിയാണ്, നമ്മൾ മനസ്സിലാക്കിയൊരു സംഗതിയാണ്. അതിന് പകരമായിട്ടുള്ള വേറെ എന്തെങ്കിലും ഗുളിക, എന്തെങ്കിലും ഇഞ്ചക്ഷനിലൂടെ കുത്തിവെക്കുകയോ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് കയറ്റുകയോ ആ രൂപത്തിലുള്ള എന്തെങ്കിലും ചെയ്യൽ, ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, അതിന് പകരമായി നിൽക്കുന്ന വേറെ എന്തെങ്കിലും ചെയ്യുക, ഇത് മുഫത്തിറാത്താണ്, നോമ്പിനെ മുറിച്ച് കളയുന്നതാണ്. ഇത് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, അത് അധികം ഞാൻ വിശദീകരിക്കുന്നില്ല. അല്ലാഹു തആല സൂറത്തുൽ ബഖറയിൽ നോമ്പിൻ്റെ ഫിഖ്ഹ് വശങ്ങളെക്കുറിച്ച് പറഞ്ഞു തരുമ്പോൾ പറയുകയാണ്,
വകുലു വഷ്റബു ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബിയദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്ർ. നിങ്ങൾ തിന്നുവിൻ കുടിക്കുവിൻ. എപ്പോൾ? ഫജ്ർ വ്യക്തമാകാൻ തരത്തിൽ കറുത്ത നൂലും വെള്ള നൂലും, അതായത് ഫജ്ർ വ്യക്തമാകുന്നത് വരെ നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ രാത്രി മുഴുവൻ തിന്നുകയും കുടിക്കുകയും ചെയ്തോളൂ എന്നർത്ഥം. അപ്പോൾ ഫജ്ർ ആയിക്കഴിഞ്ഞാൽ, ഫജ്ർ പൊന്തി വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തില്ല? തിന്നാനോ കുടിക്കാനോ പാടില്ല എന്ന് ഈ ആയത്തിൽ നിന്ന് വരുന്നു. സുമ്മ, എന്നിട്ട് അല്ലാഹു തആല പറയണ അതിമ്മുസ്സിയാമ ഇലല്ലൈൽ, രാത്രി വരെ നിങ്ങൾ നോമ്പിനെ പൂർത്തീകരിക്കുക. രാത്രി എന്ന് പറഞ്ഞാൽ ഉറൂബ് ശംസ് ആയാൽ എന്തായി? സൂര്യൻ അസ്തമിച്ചാൽ എന്തായി? രാത്രിയായി. ഇതാണ് ഒരു കാര്യം. ഇനി ഒരാൾ മനഃപൂർവ്വം റമളാനിൻ്റെ പകലിൽ ഭക്ഷണം കഴിച്ചു എന്ന് കരുതുക. മനഃപൂർവ്വം ഭക്ഷണം കഴിച്ചു. എന്താണ് അയാളുടെ വിധി? മനഃപൂർവ്വം ഒരാൾ നോമ്പുകാരനാണ് എന്നറിയേ തന്നെ അദ്ദേഹം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്താണ് അദ്ദേഹത്തിന് എന്ത് വിധിയാണ് അദ്ദേഹത്തിൻ്റെ മേലുള്ള ഹുക്കം എന്താണ്? ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, ഒന്നാമത്തേത് അൽ ഖലാ, ആ മനുഷ്യൻ തീർച്ചയായിട്ടും വേറെ ഒരു ദിവസം ഈ നോമ്പ് മുഴുവനായിട്ടും എടുത്ത് വീട്ടുക തന്നെ വേണം. അത് ദിമ്മത്താണ്, അദ്ദേഹം അത് വിടിച്ച് വീട്ടുക തന്നെ വേണം. ഒന്നാമത്തേത് അത് പിന്നെ ഒരുപാട് ഹദീസുകളും പണ്ഡിതന്മാരുടെ ഉദ്ധരണികളും ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. രണ്ടാമത്തേത് അൽ ഇംസാഖ് ആണ്. അതായത് ഒരാൾ നിർബന്ധപൂർവം അല്ലെങ്കിൽ മനഃപൂർവ്വമായിട്ട് ഭക്ഷണം കഴിച്ചു പകൽ, ബാക്കിയുള്ള സമയം അയാൾ ഇംസാക്കിൽ തന്നെ തുടരണം എന്നാണ്. അതായത് ബാക്കിയുള്ള സമയം ഏതായാലും നോമ്പ് മുറിഞ്ഞു, ഇനി ബാക്കിയുള്ള സമയം ഞാൻ ഭക്ഷണം കഴിക്കാം, വെള്ളം കുടിക്കാം എന്ന് കരുതാൻ പാടില്ല. ഇംസാക്കിൽ തന്നെ ബാക്കിയുള്ള സമയം തുടരണം. വേറൊരു ദിവസം ഇത് നോമ്പെടുത്ത് വീട്ടുകയും വേണം. അതേപോലെ ഇതിന് കഫാറത്ത് നൽകണം എന്ന് ഇല്ല. ഒരാൾ മനഃപൂർവ്വം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കഫാറത്ത് നൽകണം എന്നില്ല എന്നാണ് മിക്കവാറും ഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. കഫാറത്തില്ല, മറിച്ച് വേറൊരു ദിവസം നോമ്പെടുത്ത് വീട്ടുകയാണ് വേണ്ടത്. രണ്ടാമത്തേത്, ഇതാണ് ഒന്നാമത്തെ മുഫത്തിറാത്ത്. രണ്ടാമത്തെ മുഫത്തിറാത്ത്, നോമ്പിനെ മുറിച്ച് കളയുന്ന രണ്ടാമത്തെ കാര്യം അൽ കൈ, അതായത് ഛർദ്ദിക്കുക എന്നുള്ളതാണ്. ഛർദ്ദിക്കുന്നതിനെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, മൻ ദറഅഹുൽ കൈഉ, ആർക്കെങ്കിലും ഛർദി വരികയാണെങ്കിൽ ഫലൈസ അലൈഹി ഖളാഉൻ, അവൻ ആ നോമ്പെടുത്ത് വീട്ടേണ്ടതില്ല എന്ന് പറഞ്ഞാൽ ആ നോമ്പ് സ്വഹീഹാണ്. ഒരാളിങ്ങനെ നടന്നു പോവുകയാണ്, പെട്ടെന്ന് അയാൾക്ക് അല്ലെങ്കിൽ നോമ്പ് നോറ്റിങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ മനുഷ്യന് ഛർദി വന്നു. അങ്ങനെ ഛർദ്ദിച്ചത് കൊണ്ട് ആ മനുഷ്യൻ്റെ നോമ്പ് ഇല്ലാതായി മാറുകയില്ല. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, വമൻ ഇസ്തഖാഅ, ആരെങ്കിലും മനഃപൂർവ്വം ഛർദ്ദിച്ചാൽ, മനഃപൂർവ്വം ഏതെങ്കിലും ഒരു ചിത്രം നോക്കി, ഛർദി വരാവുന്ന ഏതെങ്കിലും ഒരു ചിത്രം നോക്കി, ഛർദി വരാവുന്ന എന്തെങ്കിലും മണം ആസ്വദിച്ചു, ഛർദി വരാവുന്ന രൂപത്തിൽ എന്തെങ്കിലും ചിന്തിച്ചു, അല്ലെങ്കിൽ കൈയിട്ടു, വേറെ എന്തെങ്കിലും രൂപത്തിൽ ചെയ്തിട്ട് ആണ് ഇയാൾ ഛർദ്ദിക്കുന്നത് എങ്കിൽ അംദൻ ഫൽയഖ്ളി, ആ മനുഷ്യൻ വേറൊരു ദിവസം നോമ്പെടുത്ത് വീട്ടട്ടെ. അതായത് അവൻ്റെ നോമ്പ് അവിടെ എന്തായി? മുറിഞ്ഞു പോയി എന്നർത്ഥം. അപ്പോൾ മനഃപൂർവ്വം ആരെങ്കിലും ഛർദ്ദിക്കുകയാണെങ്കിൽ അയാളുടെ നോമ്പ് മുറിയും. മനഃപൂർവ്വമല്ല, അയാൾ സ്വാഭാവികമായിട്ടുള്ള ഒരു ഛർദിയാണ് അയാൾ ഛർദ്ദിക്കുന്നത് എങ്കിൽ അയാൾ നോമ്പെടുത്ത് വീട്ടേണ്ടതില്ല, അയാളുടെ നോമ്പ് സ്വഹീഹാണ്. ഇതാണ് രണ്ടാമത്തെ മുഫത്തിർ, രണ്ടാമത്തെ നോമ്പ് മുറിക്കുന്ന കാര്യം പറഞ്ഞത്. മൂന്നാമത്തേത് അൽ ജിമാഉ ഫീ നഹാരി റമദാൻ ആണ്. റമദാനിൻ്റെ പകൽ, അതായത് രാവിലെ ഫജ്ർ മുതൽ ഉറൂബ് ശംസ് വരെയുള്ള ആ സമയം, സൂര്യൻ ഉദിച്ചു, ഫജ്ർ ഉദിച്ചു, അത് സൂര്യാസ്തമയം വരെയുള്ള സമയത്ത് ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടാതിരിക്കണം. ഏർപ്പെട്ട് കഴിഞ്ഞാൽ എന്തായി? നോമ്പ് മുറിഞ്ഞു പോയി. ഇനി ആരെങ്കിലും മനഃപൂർവ്വം അങ്ങനെ ചെയ്താൽ, മനഃപൂർവ്വം ഭാര്യയുമായി ഭർത്താവുമായി ബന്ധപ്പെട്ടാൽ, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ
എന്താണ് അതിനുള്ള പ്രതിവിധി, എന്താണ് അവർക്കെതിരെയുള്ള ഹുക്മ്, അതാണ് ഇനി പറയാനുള്ളത്. റസൂലുള്ളാഹി പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ 187 ആയത്തിൽ, ഞാൻ ആയത്ത് ഓതി വിശദീകരിക്കുന്നില്ല സമയമില്ലാത്തതിനാൽ, 87 ആയത്തിൽ ആ കാര്യം വിശദീകരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സുന്നത്തിലും അതുണ്ട്. അതായത് ഹറാമാണ് എപ്പോൾ? നോമ്പ് പകൽ മുതൽ ഫജ്ർ മുതൽ ഗുറൂബ് ശംസ് വരെ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത് ഹറാമാണ്. അത് നോമ്പിനെ മുറിച്ചു കളയുന്നതാണ്. അതാണ് 180 സൂറത്തുൽ ബഖറയിലെ 187 ആയത്തിൽ അല്ലാഹു തആല പറയുന്നത്. അതേപോലെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസിൽ, ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഒരു ഹദീസിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഒരു മനുഷ്യൻ വന്നിട്ട് പറയുകയാണ്, ഹലക്തു യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ ഞാൻ നശിച്ചു. ഹലക്തു, ഞാൻ നശിച്ചു. ഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിച്ചു, വമാ അഹ്ലകക, എന്താണ് നിന്നെ നശിപ്പിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, വഖഅതു അലാ ഇംറഅതി ഫീ റമദാൻ, റമദാനിൻ്റെ പകലിൽ ഞാൻ എൻ്റെ ഭാര്യയുമായി ബന്ധപ്പെട്ടു. ഇത് അംദാണ്, മനഃപൂർവ്വമാണ്, അറിയാതെയല്ല, മനഃപൂർവ്വം ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ചാണ്. ഫഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? ഹൽ തജിദു മാ തഅതികു, ഒരു അടിമയെ മോചിപ്പിക്കാൻ നിനക്ക് പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെ അതിൻ്റെ കഫാറത്തുകളായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിച്ചു. റസൂൽ എന്ത് പറഞ്ഞില്ല? കുഴപ്പമില്ല, നിൻ്റെ നോമ്പ് സ്വഹീഹാണ് എന്ന് പറഞ്ഞില്ല. നിൻ്റെ നോമ്പ് പോയി എന്ന് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതിന് കഫാറത്തായിക്കൊണ്ട് ചോദിക്കുകയും പറയുകയും ചെയ്തത്. ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് എന്താണ്? മനഃപൂർവ്വം ആരെങ്കിലും ഭാര്യയുമായി അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ എന്തായി? അവൻ്റെ നോമ്പ് മുറിഞ്ഞുപോയി. രണ്ടാമത്തേത്, എന്താണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ? മനഃപൂർവ്വം ഒരാൾ ഭാര്യയുമായി ബന്ധപ്പെട്ടു, ഭാര്യയും ഭർത്താവും ലൈംഗികമായി ബന്ധപ്പെട്ടാൽ എന്താണ് അതിന് ചെയ്യേണ്ടുന്ന പ്രതിവിധി? ഒന്നാമത്തെ പ്രതിവിധി കഫാറത്താണ്. കഫാറത്ത് എന്ന് പറഞ്ഞാൽ പ്രായശ്ചിത്തം നൽകണം. ഇതൊരു വലിയ തിന്മയായിട്ടാണ്, തെറ്റായിട്ടാണ് റമളാനിൻ്റെ പകലിൽ ഇങ്ങനെ ചെയ്യുക എന്നുള്ളത് വലിയ ഒരു കബീറത്തായിക്കൊണ്ടാണ് അല്ലാഹു തആല എണ്ണിയിട്ടുള്ളത്. അതുകൊണ്ട് അതിന് കഫാറത്ത് വേണം, അതിന് പ്രായശ്ചിത്തം വേണം. എന്താണ് പ്രായശ്ചിത്തം? പ്രായശ്ചിത്തം ഇനി പറയുന്ന ഓർഡറിൽ തന്നെ ചെയ്യണം. ഒന്നാമത്തേത്, ഒരു അടിമയെ മോചിപ്പിക്കണം. ഒരു അടിമയെ മോചിപ്പിക്കണം. അതാണ്, ഒരു ദിവസമാണ് അയാൾ ചെയ്തതെങ്കിൽ ഒരടിമയെ മോചിപ്പിക്കണം. അടുത്ത ദിവസം ചെയ്യുകയാണെങ്കിൽ വേറൊരു അടിമയെ മോചിപ്പിക്കണം. അങ്ങനെ ഓരോ ദിവസത്തിനുമാണ് അങ്ങനെ ചെയ്യേണ്ടത്. ഒരു അടിമയെ മോചിപ്പിക്കണം. അടിമയെ കിട്ടുന്നില്ല, അന്വേഷിച്ചു, അടിമയെ മോചിപ്പിക്കാൻ അടിമയെ കിട്ടുന്നില്ല, അല്ലെങ്കിൽ അടിമയെ മോചിപ്പിക്കാൻ പറ്റിയ സമ്പത്ത് ഇയാളുടെ കയ്യിലില്ല. അടിമയെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. ഏതോ ഒരു അടിമയെ കെട്ടിട്ടിട്ടുണ്ട്, അതിൻ്റെ കെട്ടഴിച്ച് വിടുക എന്നല്ല അതിൻ്റെ അർത്ഥം. വലിയ ഒരു തുക നൽകിയിട്ടായിരിക്കണം ഒരു അടിമയെ മോചിപ്പിക്കേണ്ടത്. അത് ഇങ്ങോട്ട് വാങ്ങുന്നത് പോലെയാണ്. ഒരു അടിമയെ ഇങ്ങോട്ടേക്ക് വാങ്ങുക, എന്നിട്ട് വെറുതെ വിടുക. അതാണ് സത്യത്തിൽ അടിമയെ മോചിപ്പിക്കുക എന്ന് പറയുന്നത്. അടിമയെ മോചിപ്പിക്കാൻ ഇയാളത്ത് സാമ്പത്തിക ശേഷിയുമില്ല, അടിമയെ കിട്ടുന്നില്ല എങ്കിൽ രണ്ടാമത്തേത് എന്താണ്? ഷഹ്റൈനി മുതതാബിഐനി, തുടർച്ചയായ 2 മാസം നോമ്പ് നോൽക്കണം. തുടർച്ചയായ ഒരു ദിവസമാണ് അയാൾ ചെയ്തത് എങ്കിൽ തുടർച്ചയായി 2 മാസം അദ്ദേഹം നോമ്പ് നോൽക്കണം. തതാബു നിർബന്ധമാണ്. അതായത് ഒരാൾ 2 മാസം 60 ദിവസം നോമ്പ് നോൽക്കാതെ 59ാമത്തെ ദിവസം നിർത്തി, വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം എന്നർത്ഥം. വീണ്ടും അത് 2 മാസം, ആദ്യത്തെ 1 മുതൽ വീണ്ടും തുടങ്ങണം. 60 ദിവസം അല്ലെങ്കിൽ 2 മാസം ഏതാണോ അതിന് ശേഷം വരുന്ന മാസം, ഹിജ്രിയായ മാസം എങ്ങനെയാണോ, 29 ആണോ 30 ആണോ 28 ആണോ നോക്കിയിട്ട് അതിനനുസരിച്ച് നോമ്പ് നോൽക്കണം. മുതതാബി ആയിരിക്കണം, തതാബു ഉണ്ടായിരിക്കണം, തുടർച്ചയായിട്ടായിരിക്കണം. അതിൽ അദ്ദേഹത്തിൻ്റെ കാരണമല്ലാത്ത ഏതെങ്കിലും കാരണം വരികയാണെങ്കിൽ, അതായത് അദ്ദേഹം രോഗിയായി നോമ്പ് നോൽക്കാൻ പറ്റാത്ത രൂപത്തിൽ അദ്ദേഹം ഇങ്ങനെ പ്രായശ്ചിത്തം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രോഗിയായാൽ അത് കുഴപ്പമില്ല. അതിൻ്റെ ഇടയിൽ പെരുന്നാൾ വന്നാൽ കുഴപ്പമില്ല. അതല്ലാത്ത കാരണങ്ങൾ ഒക്കെ അദ്ദേഹം നോമ്പ് പിടിച്ച് പകുതിയായാൽ അയാൾ രണ്ടാമതും തുടങ്ങണം. ഇടയിൽ ഗ്യാപ്പ് വരാൻ പാടില്ല എന്നുള്ളതാണ്. ഇങ്ങനെയാണ്
ഹനഫി മദ്ഹബിൽ, ഷാഫിഈ മദ്ഹബിൽ, ഹംബലി മദ്ഹബിൽ ഒക്കെ വന്നിട്ടുള്ളത് ഈ രൂപത്തിൽ തന്നെയാണ്. ഇങ്ങനെ തന്നെ ചെയ്യണമെന്നാണ് വന്നിട്ടുള്ളത്. രണ്ടാമത്തേത്, ഇതിപ്പോൾ റമദാനിൻ്റെ പകലിൽ ഒരാൾ തൻ്റെ ഭാര്യയുമായി അല്ലെങ്കിൽ തൻ്റെ ഇണയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാലുള്ള ഒന്നാമത്തെ പ്രതിവിധിയാണ്. രണ്ടാമത്തെ പ്രതിവിധി ആ നോമ്പ് പിടിച്ചു വീട്ടുകയും വേണം. ആ നോമ്പ് പിടിച്ചു വീട്ടുകയും വേണം. അപ്പോൾ കഫാറത്തും ഉണ്ട്, ഖദാഉം ഉണ്ട്. നേരത്തെ ഭക്ഷണം കഴിച്ചതിന്, മനഃപൂർവ്വം ഭക്ഷണം കഴിച്ചതിന് കഫാറത്തില്ല, എന്തേ ഉള്ളൂ? ഖദാ മാത്രമേ ഉള്ളൂ. ഇതിന് ഖദാഉം ഉണ്ട്, കഫാറത്തും ഉണ്ട്. ഇത് ഒരു ദിവസം ചെയ്തതിനാണ്. അടുത്ത ദിവസം അയാൾ ചെയ്യുകയാണ് എങ്കിൽ അതേമാതിരി തന്നെ ഈ നിയമം ബാധകമാവും. അത്രയും ഗൗരവമാണ് ഇത് എന്നുള്ള രൂപത്തിലാണ്. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ ഉസ്ര എന്ന് നോമ്പിനെ പറഞ്ഞു കൊടുത്താണ് അള്ളാഹു താല പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ യുസ്ർ ഉദ്ദേശിക്കുന്ന അള്ളാഹു താല ഇത്രയും ഗൗരവപൂർവ്വം ഇത് പറയണമെങ്കിൽ ഇത് ഗൗരവമുള്ള കാര്യം തന്നെയാണ് എന്നുള്ളത് കൊണ്ടാണ്. ഏത്? അൽ ജിമാഉ ഫീ നഹാരി റമദാൻ, റമദാനിൻ്റെ പകലിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത്. ഇനി ഈ പറഞ്ഞ നിയമങ്ങളിലൊക്കെ നോമ്പിൻ്റെ മുഫത്തിറാത്തായ, നോമ്പിനെ മുറിച്ച് കളയുന്ന കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഹൈള്, നിഫാസ് ഒഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ ഒക്കെ മുറിക്കപ്പെടുന്നതാണ് ആകണമെങ്കിൽ 4 നിബന്ധനകളുണ്ട് അവയുടെ കൂടെ. അതായത് ഭക്ഷണം കഴിക്കൽ, ഛർദിക്കൽ, അതേപോലെ ജിമാ. ഈ 3ഉം നോമ്പ് മുറിക്കുന്നതായി മാറണമെങ്കിൽ, മുഫത്തിറാത്ത് ആയി മാറണമെങ്കിൽ അതിൻ്റെ കൂടെ 4 നിബന്ധനകളുണ്ട്. ഒന്നാമത്തെ നിബന്ധന, ആൾ ആലിമായിരിക്കണം, ഇതിനെക്കുറിച്ച് അറിവുള്ളവനായിരിക്കണം, ഇത് എൻ്റെ നോമ്പ് മുറിക്കുന്നതാണ് എന്നറിയുന്നവനായിരിക്കണം. രണ്ടാമത്തേത് ദാക്കിറായിരിക്കണം, അതായത് ഓർമ്മയുള്ളവനായിരിക്കണം, മറന്നുകൊണ്ടാകരുത്. ഇത് ചെയ്യുന്നത് മറന്നുകൊണ്ടാകരുത്. ഓർമ്മ ഉണ്ടായാൽ അയാളുടെ നോമ്പ് മുറിഞ്ഞു പോകുന്നതാണ്. അതേപോലെ ഖാസിദൻ, മനഃപൂർവ്വമായിരിക്കണം, മനഃപൂർവ്വമായിരിക്കണം. അതേപോലെ മുഖ്താറൻ, 4മത്തേത് മുഖ്താറൻ, അയാൾ മുൽത്തറാകരുത്, മുഖ്താറായിരിക്കണം, അയാളുടെ ഇഷ്ടപ്രകാരമാണ് ചെയ്യുന്നത്. അതല്ലാതെ ഏതെങ്കിലും ഒരാൾ പിടിച്ച് നിർബന്ധിച്ച് ആക്കുന്ന രൂപത്തിൽ ആയാൽ അയാളുടെ പേരിൽ കുറ്റമില്ല. അപ്പോൾ ആ നിബന്ധനകൾ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഭാര്യ അല്ലെങ്കിൽ ഒരു സ്ത്രീ, അവളുടെ ഭർത്താവ് അവളെ ഈ റമദാനിലെ പകലിൽ നിർബന്ധപൂർവം ലൈംഗിക വീഴ്ചയ്ക്ക് പരിശ്രമിച്ചു, അതിനുവേണ്ടി വീഴ്ച ചെയ്തു എന്ന് കരുതുക, നിർബന്ധപൂർവം, എങ്കിൽ ആ സ്ത്രീയുടെ നോമ്പ് മുറിയുമോ? ഇല്ല. കാരണം അവർ മനഃപൂർവ്വമല്ല ചെയ്തത്, അവർ മുൽത്തറായിരുന്നു. ആ സ്ത്രീ മുൽത്തറായിരുന്നു. ആ സ്ത്രീക്ക് എന്തുണ്ടായിരുന്നില്ല? ഇഖ്തിയാർ ഉണ്ടായിരുന്നില്ല എന്നുള്ളതിനാൽ അവരുടെ നോമ്പ് മുറിയുകയില്ല. പക്ഷേ ഭർത്താവിൻ്റെ നോമ്പ് തീർച്ചയായിട്ടും മുറിയുകയും അയാൾ കഫാറത്തും ഖളാഉം നടത്തുകയും വേണം. ഇതാണ് ജുംഹൂറുൽ ഉലമ, മിക്ക പണ്ഡിതന്മാരും ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്. അടുത്തത്, ഇതാണ് ജിമാഉമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി ആരെങ്കിലും മറന്നുകൊണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് കരുതുക. ഇമാം അഹ്മദിൻ്റെ ഒക്കെ റഹിമഹുല്ല, ഇമാം അഹ്മദ് റഹിമഹുല്ലാൻ്റെ ഒക്കെ അഭിപ്രായത്തിൽ അങ്ങനെ ഒരു അവസ്ഥ വരില്ല എന്നാണ്. പക്ഷെ അങ്ങനെ വരും എന്നാണ് നമുക്കൊക്കെ മനസ്സിലായിട്ടുള്ളത്. അതായത് ഒരാൾ മറന്നുകൊണ്ട് നോമ്പാണ് എന്ന കാര്യം ഓർമ്മയില്ലാതെ, അത് ഇമാം അഹ്മദ് റഹിമഹുല്ല അങ്ങനെ പറയാൻ കാരണം, ഒരാൾ തിന്നുകയാണെങ്കിൽ തിന്നൽ അയാൾ മാത്രം ചെയ്യുന്നതാണ്. പക്ഷേ ജിമാ എന്ന് പറഞ്ഞാൽ, ലൈംഗിക ബന്ധം എന്ന് പറഞ്ഞാൽ ഒരു തൊറഫുൻ ആഖറുണ്ട്, വേറൊരു സെക്കൻഡ് പാർട്ടിയുണ്ട്. അവരെന്തായാലും ഇദ്ദേഹത്തെ ഓർമ്മിപ്പിക്കില്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. എന്തായാലും ഒരാൾ മറന്നുകൊണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ വിധി? അങ്ങനെ മറന്നുകൊണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റുമോ? പറ്റും. അങ്ങനെ സാധിക്കാറുണ്ട്. എപ്പോൾ? ഒരാൾ ഉദാഹരണം പറയുകയാണ്. ഒരാൾ അത്താഴം കഴിച്ചു, കിടന്നു. അത്താഴമൊക്കെ കഴിച്ചതിന് ശേഷം കിടന്നു. ഫജ്റായി, പക്ഷെ അദ്ദേഹം ഫജ്റായത് അറിഞ്ഞിട്ടില്ല. ഫജ്റായത് അറിയാതെ ഉറക്കത്തിൻ്റെ ഇടയിൽ അദ്ദേഹം ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞു. എന്നിട്ടാണ് അദ്ദേഹം പുറത്തേക്ക് നോക്കുന്നത്. അപ്പോൾ കണ്ടു ഫജ്റായി, പുറത്ത് ലൈറ്റൊക്കെ കാണാൻ തുടങ്ങി. അപ്പോൾ
നോമ്പ് മുറിഞ്ഞു പോകുമോ പോയിട്ടില്ലേ എന്നുള്ളതാണ് വിഷയം. നോമ്പ് മുറിയില്ല, കാരണം അത് നാസിയൻ ആണ്, മറന്നുകൊണ്ടാണ് എന്നുള്ളതാണ്. അതിന് പണ്ഡിതന്മാരെടുത്തിട്ടുള്ള ഫത്വ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും അറിയാതെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവൻ നോമ്പ് മുറിക്കേണ്ടതില്ല, പൂർത്തീകരിച്ചോട്ടെ, കാരണം അള്ളാഹു ആണ് അവനെ ഭക്ഷിപ്പിച്ചത്, അവനെ കുടിപ്പിച്ചത് എന്ന ഹദീസും. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആരെങ്കിലും മറന്നുകൊണ്ട് നോമ്പ് മുറിച്ചാൽ, മൻ അഫ്തറ നാസിയൻ, ആരെങ്കിലും നോമ്പ് മറന്നുകൊണ്ട് മുറിച്ചാൽ അവനെന്തില്ല, ഖളാ നടത്തേണ്ട ആവശ്യമില്ല, നോമ്പ് പിടിച്ചു വീട്ടേണ്ട ആവശ്യമില്ല, അവൻ്റെ നോമ്പ് സ്വഹീഹാണ് എന്ന ഹദീസിൻ്റെയും അടിസ്ഥാനത്തിലാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. നാസിയായിക്കൊണ്ട് മറന്നുകൊണ്ട് ആരെങ്കിലും നോമ്പ് പിടിച്ചിരിക്കെ മറന്നുകൊണ്ട് ആരെങ്കിലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവനെന്തില്ല, ഖളാ ഇല്ല, നോമ്പ് പിടിച്ചു വീട്ടേണ്ട ആവശ്യമില്ല, അവൻ്റെ നോമ്പ് സ്വഹീഹാണ് എന്നുള്ളത്. ഇനി ഇതിൽ തന്നെയുള്ള അടുത്ത കാര്യം, ഇനി ആരെങ്കിലും, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ആദ്യത്തെ ഒരു ദിവസം ചെയ്തു, അതിനാണ് ആ കഫാറത്തും ആ ഖളാവും ഉള്ളത്. രണ്ടാമത്തെ ദിവസം ചെയ്താലും അതേമാതിരി തന്നെ ഇതേപോലെ ഖളാവും ഇതേപോലെ കഫാറത്തും, വേറെ 2 മാസം വേണം. അങ്ങനെ അതിനനുസരിച്ച് നീണ്ടു പോകുന്നതാണ്. ഈ വിഷയത്തിൽ വേറൊരു കാര്യം പറയാനുള്ളത്, ഖുറൂജുൽ മനിയ്യ്, ഇന്ദ്രിയം പുറത്തു പോവുക എന്നുള്ളത്. ഇത് അല്ലാഹു ലാ യസ്തഹി മിനൽ ഹഖ് ഷൈഅ, അല്ലാഹു തആല സത്യം പറയുന്നിടത്ത് ഒരു തരത്തിലുള്ള ലജ്ജയും അല്ലാഹു തആല കാണിക്കാറില്ല. ഈ വിഷയങ്ങൾ നമ്മൾ പഠിക്കണം. പല ആളുകൾക്കും എന്താ സംഭവിക്കാറ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിഷയങ്ങൾ പഠിക്കാതെ ഇത് സംഭവിക്കുന്ന സമയത്താണ് നെട്ടോട്ടോടുക. ഇതെന്ത് ചെയ്യുമെന്ന് എനിക്ക് അനുഭവമുണ്ട്. പല ആളുകളും പാതിരാത്രിയൊക്കെ വിളിച്ചു ചോദിക്കും, ഇനി എന്താ ചെയ്യുക എന്ന് വിളിച്ച് ചോദിക്കുകയാണ്. കാരണം അത്തരം സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യണമെന്ന് ഇൽമില്ല. അതുകൊണ്ട് അതെന്താ കാരണം? ഒരു പക്ഷേ ഇതിനെക്കുറിച്ച് ചോദിക്കാനുള്ള നാണമായിരിക്കാം, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പഠിക്കാനുള്ള നാണമായിരിക്കാം. വല്ലാഹു ലാ യസ്തഹീ മിനൽ ഹഖ് ഷൈഅ. പക്ഷെ അല്ലാഹു തആല സത്യമായി പഠിക്കാൻ പറയാൻ അല്ലാഹു തആല ഒരു കാരണവശാലും ലജ്ജ കാണിക്കാറില്ല. അൻസാരി സ്ത്രീകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുകഴ്ത്തിയത് അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. അവർ കാര്യങ്ങൾ സ്പഷ്ടമായി പഠിക്കാൻ ശ്രമിച്ചിരുന്നവരായിരുന്നു. ഈ വിഷയം പഠിക്കുന്നതിൽ യാതൊരു തരത്തിലുള്ള നാണവും കാണിക്കേണ്ടതില്ല. അത് കുട്ടികളായാലും ശരി, മുതിർന്നവരായാലും ശരി, സ്ത്രീകളായാലും ശരി, ആരായാലും ശരി, പ്രായമായ ആളുകളായാൽ പോലും ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിലൂടെ പോകേണ്ടുന്ന ചില രംഗങ്ങൾ ഇതിൽ വരാവുന്നതുമാണ്. മനുഷ്യരാണല്ലോ നമ്മൾ, വേറെ ആളുകളൊന്നുമല്ലോ, മനുഷ്യരാണല്ലോ. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില സംഭവങ്ങളാണ്. അതിൽപ്പെട്ട ഒന്നാമത്തെ ഒരു കാര്യമാണ് ഖുറൂജുൽ മനിയ്യ്, ഇന്ദ്രിയ സ്ഖലനം സംഭവിക്കുക എന്നുള്ളത്. അതിലൊരാളും നാണം വിചാരിച്ചിട്ട് കാര്യമില്ല. ഇന്ദ്രിയ സ്ഖലനം ആണുങ്ങൾക്ക് സംഭവിക്കും, സ്ത്രീകൾക്ക് വേറെ രൂപത്തിൽ സംഭവിക്കും എന്നുള്ളത് ഹദീസിലൂടെ വ്യക്തമായതുമാണ്. അങ്ങനെ വരികയാണെങ്കിൽ ഇത് 2-3 തരത്തിലാണ് ഖുറൂജുൽ മനിയ്യ് പുറത്തു പോകുക, ഇന്ദ്രിയ സ്ഖലനം സംഭവിക്കുക 2-3 തരത്തിലാണ്. ഒന്നാമത്തേത്, മനഃപൂർവ്വം ഒരാൾ ഇസ്തിംനാ നടത്തുക എന്നാണ് അതിനെ പറയുക. മനഃപൂർവ്വം ഒരാൾ ലൈംഗിക ഉത്തേജനത്തിലൂടെ ഇന്ദ്രിയം പുറപ്പെടുവിപ്പിക്കുക. മനഃപൂർവ്വം, ജിമാ അല്ലാതെ, തൻ്റെ ഇണയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതെ തന്നെ തൻ്റെ കൈകൾ കൊണ്ടോ എന്തെങ്കിലും ഉപകരണങ്ങൾ കൊണ്ടോ ചെയ്യുക എന്നുള്ളത് ഇസ്തിംനാ, അത് ഹറാമാണ്, മ്ലേച്ഛമായ സംഗതിയാണ്. റമദാനല്ല, അല്ലാത്ത സമയത്തും ഹറാമാണ്. അല്ലാഹു തആല ഹറാമാക്കിയ സംഗതിയാണ്, മ്ലേച്ഛമായ സംഗതിയാണ്. മുഅ്മിനായ ഒരു മനുഷ്യന് യോജിക്കാത്തതാണ്. മുഅ്മിൻ, ഹൃദയത്തിൽ ഈമാൻ കയറിയ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ പരിപാടി തീരെ പാടില്ല. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല സൂറത്തുൽ മുഅ്മിനൂൻ ആരംഭിച്ചിട്ട് പറയാണ്. അതിൽ പറഞ്ഞു പോകുന്നതാണ് അല്ലാഹു തആല, വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, അവരുടെ ഗുഹ്യാവയവങ്ങളെ സംരക്ഷിക്കുന്നവരാകുന്നു. ഇല്ലാ അലാ അസ്വാജിഹിം, എവിടെ അല്ലാതെ, അലാ അസ്വാജിഹിം, അവരുടെ കളിലല്ലാതെ, ഔ മാ മലക്കത്ത് ഐമാനുഹും, അവരുടെ വലങ്കൈ ഉടമപ്പെടുത്തിയ അവരുടെ അടിമ സ്ത്രീകളിലല്ലാതെ വേറെ എവിടെയും അവരുടെ ഗുഹ്യാവയവം അവർ ഉപയോഗിക്കുകയില്ല. അവരുടെ കൈകളായാലും ശരി, വേറെ ഏതെങ്കിലും ഉപകരണങ്ങളായാലും ശരി, വേറെ എന്ത് മാധ്യമമായാലും ശരി. മുഅ്മിൻ അല്ലാത്ത മനുഷ്യരാണത് ചെയ്യുക, മുഅ്മിനായ മനുഷ്യൻ ഇത് ചെയ്യില്ല എന്ന രൂപത്തിലാണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. ഇനി ഒരാളങ്ങനെ ചെയ്തു,
റമദാനിൻ്റെ പകലിൽ ഒരാൾ അങ്ങനെ ചെയ്തു, തൻ്റെ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതെ മനഃപൂർവ്വം ഒരാൾ അയാളുടെ ഇന്ദ്രിയ സ്ഖലനം നടത്തിയാൽ എന്ത് ചെയ്യണം, എന്താണ് അതിലുള്ള വിധി എന്നുള്ളതാണ് പറയുന്നത്. ആരെങ്കിലും അങ്ങനെ ചെയ്താൽ ഫസദ സൗമുഹു, അവൻ്റെ നോമ്പ് ബാത്തിലായി. അത് പറയേണ്ട ആവശ്യമില്ല, നോമ്പ് ബാത്തിലായിപ്പോയി. ഇനി പണ്ഡിതന്മാർ ഇതിൽ വിധിച്ചിട്ടുള്ളത്, പണ്ഡിതന്മാർ ഇതിൽ 2 അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, എന്തായാലും നിർബന്ധമായിട്ടും അലൈഹിൽ ഖളാ, അയാളത് നോമ്പെടുത്ത് വീട്ടണം. അതിൽ യാതൊരു സംശയമില്ല, നമുക്ക് യാതൊരു സംശയമില്ല, നോമ്പെടുത്ത് വീട്ടണം എന്ന വിഷയത്തിൽ സംശയമില്ല. രണ്ടാമത്തേത് അയാൾക്ക് കഫാറത്തുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. അയാൾക്ക് കഫാറത്തുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് വിഷയം. ഇതിൽ ഹനഫി മദ്ഹബിലും ഷാഫിഈ മദ്ഹബിലും ഹംബലി മദ്ഹബിലും അദ്ദേഹത്തിന് കഫാറത്തില്ല എന്നാണ് പറയുന്നത്. എന്നാൽ കഫാറത്ത് വേണം എന്ന് പറയുന്ന പണ്ഡിതന്മാരുമുണ്ട്. കാരണം എന്താണ്? അവർ ജിമാ ആയിട്ടാണ് ഇതിനെ ബന്ധപ്പെടുത്തിയത്. തൻ്റെ ഭാര്യയുമായിട്ടുള്ള ചേരലുമായാണ് ഇതിനെ ബന്ധപ്പെടുത്തിയത്. അതുകൊണ്ട് കഫാറത്തുണ്ട് എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നു. എന്നാൽ ഭൂരിപക്ഷം പണ്ഡിതന്മാരും ഇതിന് കഫാറത്തില്ല എന്ന് പറയുന്നു. ഇനി രണ്ടാമത്തെ കാര്യം, ഇതുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ കാര്യം, ഒരു മനുഷ്യൻ തൻ്റെ ഭാര്യയുമായി ഇണയുമായി മുബാശറത്ത് നടത്തി, അതായത് ചുംബനങ്ങളിലൂടെ തലോടലുകളിലൂടെ നടത്തുന്നതിനെയാണ് മുബാശറത്ത് എന്ന് പറയാം. അങ്ങനെ ഒരാൾ ചെയ്തു. അങ്ങനെ ഒരാൾ ചെയ്തുകൊണ്ടിരിക്കെ അയാളുടെ ഇന്ദ്രിയ സ്ഖലനം നടന്നു എങ്കിൽ എന്താണ് വിധി? മനഃപൂർവ്വമല്ല, ഇത് മുബാഹാണ്, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അനുവദിച്ചതാണ്. ആർക്ക്? വികാരം നിയന്ത്രിക്കാൻ പറ്റുന്ന ആളുകൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. എന്ത്? തങ്ങളുടെ ഭാര്യമാരെ മുബാശറത്ത് നടത്താം എന്നുള്ളത്. മുബാശറത്ത് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി പറയുകയാണ്, ഇനി ഞാൻ മുബാശറത്ത് എന്നേ പറയുള്ളൂ, അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുന്നുള്ള ഫോർപ്ലേ എന്ന് പറയാം. അതായത് തലോടലുകൾ, ചുംബനങ്ങൾ ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി അങ്ങനെ ഒരാൾ ചെയ്തുകൊണ്ടിരിക്കെ അദ്ദേഹത്തിൻ്റെ ഇന്ദ്രിയ സ്ഖലനം നടന്നു പോയാൽ എന്ത് സംഭവിക്കും? എന്ത് ചെയ്യണം? അത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഫ ഇന്നഹു യുഫ്തിറു ബിദാലിക്, അയാളുടെ നോമ്പ് എന്താണ്? മുറിഞ്ഞു പോയി. അതിനാൽ വ അലൈഹിൽ ഖളാ, അയാൾ ഖളാ വീട്ടണം. ഫഖത്ത്, അത് മാത്രം മതി. ഇതയാൾ എന്തുപൂർവ്വമല്ല, അയാൾ മനഃപൂർവ്വം ചെയ്തതല്ല, അയാൾ ഒരു മുബാഹായൊരു സംഗതി ചെയ്തുകൊണ്ടിരിക്കെ നടന്നതാണ് എന്നതിനാൽ അദ്ദേഹം എന്ത് ചെയ്താൽ മതി? നോമ്പ് എന്തായാലും മുറിഞ്ഞു പോയി, ആ നോമ്പ് പിടിച്ചു വീട്ടണം. അയാൾ കഫാറത്ത് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നു. ഇനി അടുത്തത്, ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരു സംഗതിയിലേക്ക് നോക്കി, തൻ്റെ ഭാര്യയിലേക്ക് തന്നെ നോക്കി. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കെ അദ്ദേഹത്തിന് ഇത് സംഭവിച്ചു. എന്ത്? ഈ ഇന്ദ്രിയ സ്ഖലനം സംഭവിച്ചാൽ അതിൻ്റെയും വിധി ഇത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ നോമ്പ് ബാത്തിലായി, രണ്ടാമത് പിടിച്ചു വീട്ടണം എന്നുള്ളതാണ്. അതേപോലെ ഒരാൾ ചിന്തിച്ചുകൊണ്ട് ചെയ്തതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു. ഒരാൾ ചിന്തിക്കുകയാണ്, നോമ്പ് പിടിച്ചിരിക്കുന്ന മനുഷ്യൻ ചെയ്യാൻ പാടില്ലാത്തതാണ്, പക്ഷെ ചെയ്തു. ഒരാൾ അങ്ങനെ ഇരുന്ന് ചിന്തിച്ചു. അങ്ങനെ ഇരുന്ന് ചിന്തിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു? അദ്ദേഹത്തിന് ഇന്ദ്രിയ സ്ഖലനം സംഭവിച്ചാൽ അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഫലാ യുഫ്തിർ, അദ്ദേഹത്തിൻ്റെ നോമ്പ് മുറിയില്ല എന്നാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഒരു ഹദീസാണ് പണ്ഡിതന്മാർ അതിന് തെളിവായിട്ട് ഉദ്ധരിക്കുന്നത്. ഈ അഭിപ്രായത്തിലാണ് ഹനഫി, ഷാഫിഈ, ഹംബലി മദ്ഹബിലെ ഇമാമുകളൊക്കെ പറഞ്ഞിട്ടുള്ള ഈ അഭിപ്രായമാണ്. ഒരാൾ ഓർത്തിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ഇന്ദ്രിയ സ്ഖലനം സംഭവിച്ചാൽ അദ്ദേഹത്തിൻ്റെ നോമ്പ് മുറിയില്ല എന്ന്. അതിന് തെളിവായിക്കൊണ്ട് അവർ പറയുന്ന ഹദീസ്, ഇന്നല്ലാഹ തജാവസ ലി ഉമ്മത്തി അമ്മാ വസ്വസത് ഔ ഹദ്ദസത് ബിഹി അൻഫുസുഹാ, എൻ്റെ ഉമ്മത്തിൽ നിന്ന് അല്ലാഹു തആല എടുത്തു കളഞ്ഞിരിക്കുന്നു അവരുടെ നഫ്സ് വസ്വാസ് നടത്തിയതിനെ, അവരുടെ നഫ്സ് സംസാരിച്ചതിനെ. അതായത് ഈ തഫക്കുർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലുണ്ടാകുന്ന ഈ തരത്തിലുള്ള ചിന്തകളാണ്. ഈ ചിന്തകളിൽ നിന്നുണ്ടാകുന്ന ഫലങ്ങൾ അല്ലാഹു തആല എടുത്തു കളഞ്ഞിരിക്കുന്നു, അതിൻ്റെ ദോഷബാധ അവരെ ബാധിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ, ഇത് ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ആർക്കെങ്കിലും ഇത് സംഭവിച്ചാൽ അത്
എന്ത് സംഭവിക്കില്ല? നോമ്പ് മുറിഞ്ഞു പോകില്ല എന്നുള്ളതാണ്. ഇനി അടുത്തത്, ഇതുമായി ബന്ധപ്പെട്ട അടുത്ത കാര്യം, 5ാമത്തെ കാര്യമാണ്. ഒരാൾ നോമ്പ് നോറ്റിരിക്കെ കിടന്നുറങ്ങി, ഉച്ചയ്ക്ക് കിടന്നുറങ്ങി. അപ്പോൾ അദ്ദേഹത്തിന് സ്വപ്നസ്ഖലനം സംഭവിച്ചു. ഇതും ഇന്ദ്രിയസ്ഖലനം തന്നെയാണ്, പരിപൂർണമായ ഇന്ദ്രിയസ്ഖലനം തന്നെയാണ്. സ്വപ്നസ്ഖലനം സംഭവിച്ചാൽ എന്ത് സംഭവിക്കും? ജുംഹൂറുൽ ഉലമ അല്ലെങ്കിൽ മിക്ക പണ്ഡിതന്മാരും, ഏറ്റവും കൂടുതൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ നോമ്പ് മുറിയില്ല. അദ്ദേഹം ഉടനെ തന്നെ കുളിക്കുക. ഇനി കുളി വൈകിച്ചാലും കുഴപ്പമില്ല, പക്ഷേ ഉടനെ കുളിക്കുന്നതാണ് ഉത്തമം. ഉടനെ കുളിച്ച് അദ്ദേഹത്തിന് നോമ്പ് തുടരാവുന്നതാണ്. ഇനി ഒരാൾ തൻ്റെ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു രാത്രി, എന്നിട്ട് എഴുന്നേൽക്കാൻ വൈകിയാൽ ഫജ്ർ കഴിഞ്ഞിട്ടാണ് എഴുന്നേറ്റാൽ, അതായത് നോമ്പ് പിടിക്കുന്നതിൻ്റെ സമയം, സുഹൂറിൻ്റെ അത്താഴത്തിൻ്റെ സമയം കഴിഞ്ഞതിന് ശേഷമാണ് എഴുന്നേറ്റത്, ഭക്ഷണം കഴിക്കാൻ പാടില്ലാത്ത സമയത്താണ് എഴുന്നേറ്റതെങ്കിൽ പോലും അദ്ദേഹത്തിന് നോമ്പ് തുടരാവുന്നതാണ്. അപ്പോൾ റമദാനിൻ്റെ പകലിൽ ആർക്കെങ്കിലും ഇന്ദ്രിയസ്ഖലനം സംഭവിക്കുന്ന രൂപങ്ങളാണ് പറഞ്ഞത്. ആ രൂപത്തിൽ 2 രൂപത്തിന് മാത്രമേ നോമ്പ് മുറിയാതിരിക്കുകയുള്ളൂ. ഒന്ന്, ഒരാൾ ചിന്ത കാട് കയറിയപ്പോൾ സംഭവിച്ച ഇന്ദ്രിയസ്ഖലനവും, മറ്റേത് ഒരാൾ ഉറങ്ങിക്കൊണ്ടിരിക്കെ നടന്ന സ്വപ്നസ്ഖലനവും. ഇത് രണ്ടും ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ നോമ്പ് മുറിച്ച് കളയുകയില്ല. ഇനി നോമ്പുകാരനിൽ സംഭവിക്കാവുന്ന ഒരു സംഗതിയാണ് മദീ പുറപ്പെടുക എന്നുള്ളത്. അതും ഈ ചിന്തയിലൂടെയാണ് വരിക. ചിന്തയിലൂടെ പുറപ്പെടുന്ന മനിയല്ലാത്ത എന്നാൽ വുളു മുറിച്ച് കളയുന്ന ഒരു സംഗതിയാണ്, ഒരു ദ്രാവകമാണ്. അതും പുറപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ നോമ്പ് മുറിയുന്നതല്ല, മറിച്ച് അവിടെ കഴുകേണ്ടതാണ്. 5ാമത്തേതും 4ാമത്തേതും 5ാമത്തേതും ഹൈദും നിഫാസുമാണ്, സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് ആർക്കെങ്കിലും സംഭവിച്ചാൽ, എപ്പോഴാണോ സംഭവിച്ചത് അപ്പോൾ മുതൽ നോമ്പ് മുറിഞ്ഞു പോയിരിക്കുകയാണ്. എപ്പോഴാണ് അത് ഏകദേശം നോമ്പ് തുറക്കുന്നതിന് 1 മിനിറ്റ് മുന്നാണ് ഹൈദ് ഉണ്ടായതായിട്ട് അറിഞ്ഞത് എങ്കിൽ, അതിൻ്റെ അടയാളം കണ്ടുവെങ്കിൽ ആ നോമ്പ് പിടിച്ച് വീട്ടുക തന്നെ വേണം. 1 മിനിറ്റേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നോമ്പ് മുറിഞ്ഞിരിക്കുന്നു. എപ്പോൾ അതിൻ്റെ അടയാളം ദർശിച്ചു കഴിഞ്ഞാൽ, നേരെ മറിച്ച് ചില വേദനകളും എന്തോ ഉണ്ടോ എന്നുള്ള സംശയവുമാണ് എങ്കിലില്ല, മറിച്ച് അതിൻ്റെ അടയാളം ദർശിക്കാൻ അടയാളം കണ്ടു കഴിഞ്ഞാൽ, അതായത് രക്തം കണ്ടു കഴിഞ്ഞാൽ ആ നോമ്പ് മുറിഞ്ഞതാണ്. അത് 1 മിനിറ്റ് ആണെങ്കിലും ശരി, അത് പിടിച്ചു വീട്ടേണ്ടതാണ്. ഇതാണ് നോമ്പ് മുറിച്ച് കളയുന്ന കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞത്, സംക്ഷിപ്തമായിട്ട് പറഞ്ഞത്. ഇനി നോമ്പുകാരന് അനുവദനീയമായ കാര്യങ്ങൾ, പല ആളുകൾക്കും തെറ്റിദ്ധാരണകളുള്ള കാര്യങ്ങൾ, ഇത് നോമ്പ് മുറിച്ച് കളയോ, ഇത് നോമ്പ് മുറിക്കില്ലേ എന്നുള്ള. ഇപ്പോൾ നോമ്പ് മുറിയാവുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇനി ഇതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, നോമ്പ് മുറിയൂലേ എന്ന് ഡൗട്ടുള്ള കാര്യങ്ങൾ. അതാണ് പറയുന്നത്. നോമ്പുകാരന് അനുവദനീയമായിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. 1ാമത്തേത് അൽ ഹിജാമ, കൊമ്പ് വെക്കുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ, ഈ കാലഘട്ടത്തിൽ പോലും നടക്കുന്ന ഒരു ചികിത്സാ സമ്പ്രദായമാണ് ഹിജാമ എന്നുള്ളത്, കൊമ്പ് വെക്കുക എന്നുള്ളത്. ശരീരത്തിലെ അടങ്ങിയിട്ടുള്ള കെട്ട രക്തങ്ങളെ വലിച്ച് സക്ക് ചെയ്ത് കളയുന്ന ഒരു രീതിയാണ് അൽ ഹിജാമ. ഇതിനെക്കുറിച്ച് വളരെ ശക്തമായ ഭിന്നതയാണ് പണ്ഡിത ലോകത്തുള്ളത്, വളരെ ശക്തമായ ഭിന്നത. കാരണം അങ്ങനെ ശക്തമായ ഭിന്നത നിൽക്കാനുള്ള കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിൽ നിന്ന് 2 ഹദീസുകൾ, രണ്ടും പരസ്പര വിരുദ്ധമായ രൂപത്തിൽ വന്ന ഹദീസുകൾ ഉള്ളതിനാലാണ്. 1ാമത്തേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെക്കുറിച്ച് പറയുകയാണ്, അന്നഹു ഇഹ്തജമ വഹുവ സ്വായിം. ബുഖാരിയിലും മുസ്ലിമിലും വന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നോമ്പുകാരനായിരിക്കെ കൊമ്പ് വെക്കുകയുണ്ടായിട്ടുണ്ട് എന്ന ഹദീസ്. ഈ ഹദീസ് മുസ്ലിമിൽ വന്നിട്ടുള്ളത് വഹുവ മുഹ്രിമുൻ എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇഹ്റാമിലായിരിക്കെ കൊമ്പ് വെച്ചു എന്നാണ്. ബുഖാരിയിൽ വന്നപ്പോൾ മുഹ്രിമും ഔ സ്വായിമുൻ എന്ന് പറഞ്ഞു. ബുഖാരിയിൽ വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇഹ്റാമിലായിരിക്കുകയും നോമ്പുകാരനായിരിക്കുകയും എന്ന് വന്നു. ബുഖാരിയിൽ നോമ്പുകാരനായിരിക്കെ എന്നത് കൂടിച്ചേർന്ന് വന്നിട്ടുണ്ട്. അതിനാൽ ചില പണ്ഡിതന്മാർ ആ കൂടിച്ചേർന്ന് വന്നത് സ്വീകാര്യയോഗ്യമല്ല എന്ന് പറയുന്നു. ആര്? ഈ ഹജാമ എന്തിനു പറയുക, കൊമ്പ് വെക്കുക എന്നുള്ളത് നോമ്പിനെ മുറിച്ച് കളയുന്നതാണ് എന്ന് വാദിക്കുന്ന പണ്ഡിതന്മാർ എന്ത് പറയുന്നു? ബുഖാരിയിൽ ഈ കൂടി വന്ന ഈ വാക്ക് അത് സ്വീകാര്യയോഗ്യമല്ല എന്ന് പറയുന്നു.
എന്തു തന്നെ ആയാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സഹാബിമാരോട് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, ഹൽ കുൻതും തക്റഹൂനൽ ഹിജാമ, നിങ്ങൾക്ക് ഹിജാമ വെറുപ്പായിരുന്നോ? അതായത് കൊമ്പ് വെക്കൽ നിങ്ങൾക്ക് വെറുപ്പായിരുന്നോ? അപ്പോൾ അവർ പറയാണ്, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയണില്ല, ഞങ്ങൾക്ക് വെറുപ്പുണ്ടായിരുന്നില്ല. ഇല്ലാ മിൻ അജലി ദുഅഫി, ഞങ്ങൾ എന്തുകൊണ്ടാണ് അതിനെ ഭയപ്പെട്ടിരുന്നത്? ദുഅഫ് കാരണത്താലാണ്. രക്തം കുറച്ചാണ്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് ബലഹീനത സംഭവിക്കില്ലേ നോമ്പ് കാലത്ത്. അതുകൊണ്ട് ചില സഹാബിമാർ നോമ്പ് കാലത്ത് ഹിജാമ ചെയ്യണമെങ്കിൽ രാത്രിയാണ് ചെയ്തിരുന്നത് എന്ന ഹദീസുകളിൽ കാണാം. അവർ ചെയ്തിരുന്നത് രാത്രിയാണ്, ഹിജാമ ചെയ്തിരുന്നത് രാത്രിയാണ്, പകൽ ചെയ്തിരുന്നില്ല എന്ന്. എന്ത് തന്നെ ആയാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിൽ നിന്ന് സ്വരീഹായ ഒരു ഹദീസുണ്ട് റസൂൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വേറൊരു ഹദീസുണ്ട്, ഏതെങ്കിലും ഒരാൾ കൊമ്പ് വെക്കുകയാണെങ്കിൽ കൊമ്പ് വെക്കുന്നവൻ്റെയും കൊമ്പ് വെക്കപ്പെട്ടവൻ്റെയും നോമ്പ് ബാത്തിലായിരിക്കുന്നു എന്ന വേറൊരു ഹദീസുണ്ട്. പക്ഷേ പണ്ഡിതന്മാർ പറയുന്നു ആ ഹദീസ് മൻസൂഖാണ്, ആ ഹദീസ് നസ്ഖ് ചെയ്യപ്പെട്ടതാണ് എന്ന്. ഇങ്ങനെ രണ്ട് വ്യത്യസ്തമായ വളരെ ശക്തമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ ഹിജാമയുടെ വിഷയത്തിലുണ്ട്. എന്തായാലും ഒരാൾക്ക് നിർബന്ധമാണ്, ഇന്ന് നിർബന്ധമായിട്ട് ഭയങ്കര തലവേദനയാണ്, എനിക്ക് ഇന്ന് ഹിജാമ ചെയ്തേ പറ്റൂ, എനിക്കിന്ന് കൊമ്പ് വെക്കൽ ചെയ്തേ പറ്റൂ എന്നൊരവസ്ഥയിൽ എത്തുകയാണെങ്കിൽ ഹിജാമ ചെയ്യാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹിജാമ ചെയ്തിട്ടുണ്ട് എന്ന ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ. നേരെ മറിച്ച് വെറുതെ ഓപ്ഷണലായി നടക്കുന്ന മനുഷ്യൻ ഒരു പ്രശ്നവുമില്ല എന്നാൽ അന്ന് ചെയ്ത് കളയാം എന്ന് ചെയ്യാൻ പോകരുത്. കാരണം പണ്ഡിത ലോകത്ത് വളരെ തർക്കം നിൽക്കുന്ന വിഷയമായതിനാൽ നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കുക. എന്ത് ചെയ്താൽ മതി? നോമ്പ് തുറന്നതിന് ശേഷം അത്ര നിർബന്ധമുള്ള ആൾ ചെയ്താൽ മതി. അതിനേക്കാൾ നിർബന്ധമുള്ള മനുഷ്യൻ പകൽ ചെയ്യാം. അതിനേക്കാൾ നിർബന്ധമാണ് എങ്കിൽ നോമ്പ് തുറന്നിട്ട് പോരാ, അതിന് മുന്നേ ചെയ്തേ പറ്റൂ എന്നുള്ളവർക്ക് ചെയ്യാം. അങ്ങനെ റസൂലിൻ്റെ ഹദീസ് തെളിവായി വന്നിട്ടുണ്ട്. ഇതാണ് ഒന്നാമത്തെ മുബാഹായ കാര്യം. ഇത് മുബാഹാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ. രണ്ടാമത്തേത് അൽ ഇഗ്തിസാലു ഫീ നഹാരി റമദാൻ ലിത്തബറുദ്, തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് റമദാനിൻ്റെ പകല് കുളിക്കുക, തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്, അത് അനുവദനീയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെക്കുറിച്ച് ചില സ്വഹാബിമാർ പറയുകയാണ്, ലഖദ് റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ദേഹത്തു കൂടി വെള്ളം ഒഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വഹുവ സ്വാഇമുൻ, നോമ്പുകാരനായിരിക്കെ. മിനൽ അത്വശി, എന്ത് കാരണത്താൽ? ദാഹം സഹിക്കാൻ വയ്യാത്തത് കാരണത്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തലയിലൂടെ വെള്ളം ഒഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഔ മിനൽ ഹരി, അല്ലെങ്കിൽ ചൂട് കാരണത്താൽ. അപ്പോൾ ഇത് സ്വഹീഹാണ് എന്ന് ഇമാം അല്ലാമ അൽബാനി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളതാണ്. ഈ ഹദീസ് സ്വഹീഹുമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാവുന്നതാണ്, നോമ്പുകാരന് കുളിക്കാവുന്നതാണ്. എന്ത് കാരണത്താൽ? അഴുക്ക് കാരണത്താലല്ല, ദാഹം കാരണത്താൽ കുളിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ചൂട് കാരണത്താൽ കുളിക്കാവുന്നതാണ്. മൂന്നാമത്തേത്, ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞൊരു വിഷയം, അതൊന്നും കൂടി വിശദമായിട്ട് പറയാണ്. മുബാശറത്ത് ഞാൻ മുബാശറത്ത് എന്നേ പറയൂ, എന്താണ് സാധനം എന്ന് പറയില്ല. റമദാനിൻ്റെ പകലിൽ മുബാശറത്ത് നടത്തുക എന്നുള്ളത് അനുവദനീയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അനുവദിച്ചിട്ടുള്ളതാണ്. അതിന് തെളിവ് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, കാന നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആയിരുന്നു, യുഖബ്ബിലു, ചുംബിക്കാറുണ്ട്, വയുബാശിറു, മുബാശറത്ത് നടത്താറുണ്ട്, അതായത് ലൈംഗിക ബന്ധത്തിന് മുന്നേ ഉള്ള സംഗതികൾ ചെയ്യാറുണ്ട്. വഹുവ സ്വാഇമുൻ, നോമ്പുകാരനായിരിക്കെ. വകാന അംലകകും ലിഇർബിഹി, എന്നിട്ട് അതിനൊരു കാരണം കൂടി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു. പണ്ഡിതന്മാർ ഏറ്റവും കൂടുതൽ എടുത്ത് കാണിക്കുന്ന കാരണം ഇതാണ്. വകാന അംലകകും, നിങ്ങളെക്കാൾ കൂടുതൽ വികാര നിയന്ത്രണം ഉള്ള ആളായിരുന്നു ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഇത് ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് പോലെ കൈ കാണിച്ചാൽ നിർത്താത്ത രൂപത്തിലുള്ളവരായിരുന്നില്ല. കൈ കാണിച്ചാൽ നിൽക്കാൻ കഴിയണം, എവിടെയാണോ സ്റ്റോപ്പ് അവിടെ കൈ കാണിച്ച് നിർത്താൻ കഴിയണം. അങ്ങനെയുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല. അതിന് വേറൊരു തെളിവും കൂടിയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് മുബാശറത്തിനെ കുറിച്ച് ചോദിച്ചു, മുബാശറത്ത് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഓക്കെ റഖ്ഖസ ലഹു, ആ മനുഷ്യന് അനുവദിച്ചു. അങ്ങനെ വാതാഹു ആഖർ, വേറൊരു മനുഷ്യൻ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ഇതേപോലെ ചോദിച്ചു.
മുബാശറത്ത് നടത്തിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഫനഹാഹു, ആ മനുഷ്യനിൽ നിന്ന് വിരോധിക്കുകയും ചെയ്തു, വേണ്ട, പാടില്ല എന്നും പറഞ്ഞു. അപ്പോൾ ഇത് നോക്കുമ്പോൾ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത, ഈ സംഭവം റിപ്പോർട്ട് ചെയ്ത സ്വഹാബികൾ റാവികൾ പറയാണ് ഫഇദല്ലദീ റഖ്ഖസ ലഹു ശൈഖുൻ, ആർക്കാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അനുമതി കൊടുത്തത് അതൊരു പ്രായമായ ആളാണ്. വല്ലദീ നഹാഹു ഷാബുൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിലക്കിയത് ആരോടാണ്? യുവാവിനോടാണ്. എന്തേ കാരണം? ഇദ്ദേഹത്തിന് വികാരത്തെ നിയന്ത്രിക്കാൻ കഴിവുണ്ട്. ഇദ്ദേഹം അത് ചെയ്താലും മുബാശറത്ത് ചെയ്താലും അതിൻ്റെ അപ്പുറത്തേക്ക് പോവില്ല, അവിടെ വെച്ച് നിൽക്കും. ഇദ്ദേഹം അതങ്ങനെ ചെയ്യില്ല, അവിടെ വെച്ച് നിൽക്കില്ല, ഇത് വേറെ എവിടേക്കോ എത്തിപ്പെടും എന്നതിനാൽ അദ്ദേഹത്തിനെ വിരോധിക്കുകയാണ് ചെയ്തത് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ആ മുബാശറത്ത് കണ്ടീഷണലി എന്താണ്? അനുവദനീയമാണ്. നിങ്ങൾക്കുറപ്പാണ്, നിങ്ങൾ എന്താണ് പറഞ്ഞ സ്റ്റോപ്പിൽ നിർത്താൻ പറ്റും എന്നുണ്ടെങ്കിൽ അതിന് പ്രശ്നമില്ല, മുബാഹാണ്. നിൽക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾക്ക് തന്നെ ഡൗട്ടാണെങ്കിൽ അത് ചെയ്യരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട് ഒരു സഹാബിയെ. ഇതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം അനുവദനീയമായതാണ് പറയുന്നത്. നാലാമത്തേത് അത്തസവ്വുക്ക്, മിസ്വാക്ക് ചെയ്യൽ, പല്ല് തേക്കൽ. പല ആളുകളും ഇത് പല്ല് തേക്കൽ അനുവദനീയമാണോ അനുവദനീയമല്ലേ എന്നൊക്കെ വിചാരിക്കാറുണ്ട്. ഇത് പല്ല് തേക്കൽ അനുവദനീയമാണ്, അത് പേസ്റ്റ് ഇട്ടിട്ട് പല്ല് തേച്ചാലും അനുവദനീയമാണ്, അതിലൊന്നും യാതൊരു പ്രശ്നവും ഇല്ല. ഇനി അഞ്ചാമത്തേത് മൽമദത്ത് വൽ ഇസ്തിൻഷാക്ക്. ഇസ്തിൻഷാക്കും മൽമദത്തും. മൽമദത്ത് എന്ന് പറഞ്ഞാൽ വായി കൊപ്പിളിക്കുക, ഇസ്തിൻഷാക്ക് എന്ന് പറഞ്ഞാൽ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക. ഇത് രണ്ടും അനുവദനീയമാണ്. പക്ഷേ മുബാലഗത്ത് പാടില്ല എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വുളു പഠിപ്പിക്കുമ്പോൾ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു വബാലിഗ് ഫിൽ ഇസ്തിൻഷാക്ക്, നീ മൂക്കിലേക്ക് നല്ലോണം വെള്ളം ചീറ്റണം. ഇല്ല അൻ തകൂന സായിമൻ, നീ നോമ്പുകാരനല്ലാത്തപ്പോൾ. നോമ്പുകാരനാകുമ്പോൾ അത് മുബാലഗത്ത് പാടില്ല എന്ന്. ഏത്? നല്ലോണം മൂക്കിലേക്ക് ചീറ്റാൻ പാടില്ല. എന്തേ കാരണം? നമ്മൾക്കറിയാം, ഒരു മനുഷ്യൻ അവന് വായിലൂടെ ഭക്ഷണം കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായാൽ പിന്നെ എന്താ ചെയ്യുക? മൂക്കിലൂടെ കുഴലിറക്കിയിട്ടാണ് ഭക്ഷണം കൊടുക്കുക. അതാണ് അതിൻ്റെ കാരണം. ഈ മനുഷ്യൻ്റെ വയറ്റിലേക്ക് ഈ പോകുന്ന വെള്ളം എത്താൻ സാധ്യതയുണ്ട് എന്നതിനാൽ എന്ത് ചെയ്യാൻ പാടില്ല? മൂക്കിലൂടെ വെള്ളാണ്ട് ഈ മുബാലഗത്ത് പാടില്ല വെള്ളം കയറ്റുന്നതിൽ. അതേപോലെ കൊപ്പിളിക്കുമ്പോൾ, മതത്ത് കൊപ്പിളിക്കുമ്പോൾ ഈ തൊണ്ടയിൽ നിന്ന് വെള്ളം ഇറങ്ങാൻ സാധ്യതയുള്ളതിനാൽ അതും ശ്രദ്ധിക്കണം. മുബാലഗത്ത് പാടില്ല. കൊപ്പിളിക്കാം, മുബാലഗത്ത് പാടില്ല, അതായത് അധികമായിട്ട് ചെയ്യാൻ പാടില്ല. ആറാമത്തേത് അനുവദനീയമായ ആറാമത്തെ കാര്യം ഭക്ഷണം രുചിച്ച് നോക്കുക എന്നുള്ളത്. പല സ്ത്രീകളും സംശയം പറയാറുള്ളതാണ്. ഭക്ഷണം രുചിച്ച് നോക്കുക. ഭക്ഷണം രുചിച്ച് നോക്കാം. റമദാനിൽ നോമ്പുകാരിയായിരിക്കെ ഭക്ഷണം രുചിച്ച് നോക്കാവുന്നതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ ബഅസ അൻ യുദൗക അൽ ഖല്ല ഔ ഷൈഅൻ, എന്താ പറയുക, സുർക്കയോ മറ്റ് കാര്യങ്ങളോ ഇത് ഇട്ട് നോക്കുന്നത്, നാവിൽ തൊട്ട് നോക്കുന്നതിന് എന്തില്ല, പ്രശ്നമില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സ്വഹീഹായ അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുള്ള റിവായത്താണ്. ഇനി ഏഴാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. ഏഴാമത്തെ കാര്യം, നമ്മൾ നേരത്തെ റമദാനിനെ കുറിച്ച് ഒരു ക്യാമ്പ് നടത്തിയപ്പോൾ പറഞ്ഞു വിസാല് പാടില്ല എന്ന്. എന്താ വിസാല് എന്ന് പറഞ്ഞാൽ? വിസാല് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നമ്മൾ ഫജ്ർ മുതലാണ് നോമ്പ് തുടങ്ങുക. ഫജ്ർ മുതൽ നോമ്പ് തുടങ്ങി ഉറൂബ് ശംസ് വരെയാണ് നോമ്പ് ഉണ്ടാകുക. അത് കഴിഞ്ഞാൽ നോമ്പ് തുറക്കണം. അവിടെ നിന്ന് നോമ്പ് തുറക്കാതെ, ഉറൂബായിട്ട് നോമ്പ് തുറക്കാതെ വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പിറ്റേ ദിവസം മഗ്രിബായപ്പോഴാണ് നോമ്പ് തുറക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം നോമ്പ് ആയപ്പോഴാണ് നോമ്പ് തുറക്കുന്നത്. ഇതാണ് വിസാൽ. കണ്ടിന്യൂസ് ആയിട്ട് നോമ്പ് തുറക്കാതെ പിടിച്ചുകൊണ്ടിരിക്കുക. ഇത് ചെയ്യാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഹദീസ് ഈ വിഷയത്തിൽ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഇതാണ്: ലാ തുവാസിലു, നിങ്ങൾ നോമ്പ് മുറിക്കാതെ പിടിക്കരുത്. ഫഅയ്യുക്കും ഇദാ അറാദ അൻ യുവാസില, ഇനി ആർക്കെങ്കിലും അങ്ങനെ മുറിക്കാതെ നോമ്പ് പിടിക്കണം എന്ന ആഗ്രഹമുണ്ട് എങ്കിൽ, അനുവദനീയമാണ് പറയാൻ പോണത്, ആർക്കെങ്കിലും അങ്ങനെ പിടിക്കാൻ ആഗ്രഹമുണ്ട് എങ്കിൽ ഫൽ യുവാസിൽ, അവൻ എന്ത് ചെയ്തുകൊട്ടെ, ഫൽ യുവാസിൽ, അവൻ മുറിക്കാതെ പിടിച്ചുകൊള്ളട്ടെ, ഹത്ത സഹർ, അത്താഴം കഴിക്കുന്നത് വരെ. അത്താഴം കഴിക്കുന്നത് വരെ നോമ്പ് നീട്ടിക്കൊണ്ടുപോകാം. മഗ്രിബിന് നോമ്പ് മുറിക്കാതെ
നീട്ടി എവിടം വരെ കൊണ്ടുപോകാം? അത്താഴം കഴിക്കുന്നത് വരെ പോകാം. അതിനുശേഷം എന്ത് പാടില്ല? അതിനുശേഷവും നോമ്പ് കൊണ്ടുപോകാൻ പാടില്ല. അവിടെ വെച്ചിട്ട് നോമ്പ് മുറിക്കണം. ഇതാണ് നമുക്ക് നൽകിയിട്ടുള്ള വിസാലിൻ്റെ പരിധി. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സുന്നത്ത് എന്താണ്? ഇവിടെ മുതൽ ഫജ്ർ മുതൽ ഉറൂബ് ശംസ് വരെ മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അത് പ്രോത്സാഹിപ്പിക്കുകയും അല്ലാഹു തആല അത് ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതായത് നോമ്പ് തുറക്കാൻ ധൃതി കൂട്ടുക എന്നുള്ളത് അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നതാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചതാണ്. എന്നാൽ ഒരു മനുഷ്യന് പറ്റണില്ല, എനിക്ക് നിർബന്ധമായിട്ട് നോമ്പ് തുടർച്ചയായിട്ട് പിടിക്കണം എന്നൊരാൾക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ അയാൾക്കത് പിടിച്ചേ പറ്റുമെങ്കിൽ എവിടം വരെ പിടിക്കാം? ഈ ദിവസത്തിൻ്റെ ഏതുവരെ? അത്താഴം കഴിക്കുന്ന സമയം വരെ. അവിടെ വെച്ച് അത്താഴം കഴിക്കണം, അവിടെ വെച്ച് ഭക്ഷണം കഴിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ഈ സഹാബികൾ, റസൂൽ അങ്ങനെ 3 ദിവസം നോമ്പ് നോറ്റപ്പോൾ സഹാബികൾ വന്ന് ചോദിച്ചു, എന്ത്? ഫഇന്നക തുവാസിലു യാ റസൂലല്ലാഹ്, അങ്ങ് അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ റസൂലെ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ലസ്തു കഹയതികും, ഞാൻ നിങ്ങളുടെ പോലെയുള്ള ആളല്ല. ഇന്നി അബീതു ലീ മുത്ഇമുൻ യുത്ഇമുനി വസാഖി യസ്കീനി, ഞാൻ രാത്രി താമസിക്കുമ്പോൾ, രാത്രി കിടക്കുമ്പോൾ എനിക്ക് ഭക്ഷണം തരുന്നുണ്ട്, എനിക്ക് വെള്ളവും തരുന്നുണ്ട് അല്ലാഹു തആല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ റൂഹിന് ഭക്ഷണവും പാനീയവും കിട്ടുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. പക്ഷേ അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമാണെങ്കിൽ ഏതുവരെ? സഹർ വരെ, അത്താഴം കഴിക്കുന്നത് വരെ. അവിടെ വെച്ച് അത്താഴം കഴിക്കുകയും വേണം. ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. സാധാരണ മനുഷ്യന്മാർ നോമ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ ചോദിക്കാറുള്ള കുറേ ചോദ്യങ്ങളാണ്. ഇത് ചെയ്താൽ നോമ്പ് മുറിയോ മുറിയില്ല എന്നുള്ളത്. അതിൽപ്പെട്ട ഒരു 15 കാര്യങ്ങൾ എടുത്ത് പറയുകയാണ്. ഇതൊന്നും നോമ്പ് മുറിയില്ല. ഇനി പറയാൻ പോകുന്ന 15 കാര്യങ്ങൾ നോമ്പ് മുറിക്കില്ല. 1, ചെവി ക്ലീൻ ചെയ്തു. ചെവിയിൽ വെള്ളമൊഴിച്ചിട്ട് ഡോക്ടർ ചെവിയിലെ പുളി കളയാൻ വേണ്ടിയിട്ട് ചെവിയിൽ വെള്ളമൊഴിച്ചിട്ട് ക്ലീൻ ചെയ്യില്ലേ? അങ്ങനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തില്ല? മുറിയില്ല, നോമ്പ് മുറിയില്ല. അല്ലെങ്കിൽ മൂക്കിലേക്ക് എന്തുറ്റിച്ചു? മരുന്നുറ്റിച്ചു. മൂക്കിൽ എന്തെങ്കിലും ദശ വന്നിട്ട് മൂക്കിലേക്ക് ഉറ്റിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നോമ്പ് മുറിയില്ല. എന്തല്ലാതെ അത് ഇങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോകുന്നതായിട്ട് തോന്നുകയാണെങ്കിൽ തുപ്പിക്കളയണം എന്ന് മാത്രം. എങ്ങോട്ടേക്ക്? തൊണ്ടയിലേക്ക്. ഈ മൂക്കിലേക്ക് ഉറ്റിക്കുന്നതിനെ കുറിച്ച് പണ്ഡിതന്മാർ 2 അഭിപ്രായത്തിലാണ്. നോമ്പ് മുറിയുമെന്നും മുറിയില്ല എന്നും. കാരണം എന്താണ്? ഭക്ഷണത്തിന് വായയിലൂടെ ഭക്ഷണം കൊടുക്കുന്നതിന് പകരമായിട്ട് മൂക്കിലൂടെ കൊടുക്കാറുണ്ട് എന്നതിനാൽ ചില പണ്ഡിതന്മാർ മൂക്കിലൂടെ ഉറ്റിക്കുന്ന തുള്ളികൾക്ക് നോമ്പ് മുറിക്കുമെന്ന് പറയുന്നു. പക്ഷേ ഇതെന്തല്ല, ഇത് ഭക്ഷണത്തിന് പകരം നൽകുന്നതല്ല, മറിച്ച് എന്താണ്? മരുന്നാണ് നൽകുന്നത് എന്നതിനാൽ നോമ്പ് മുറിയില്ല എന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത്. അതേപോലെ അദ്ദേഹത്തിൻ്റെ തൊണ്ടയിലേക്കെത്തിയ കഫം ഇറക്കുന്നത് കൊണ്ട് നോമ്പ് മുറിയില്ല. ഇവിടെ എത്തിയ കഫം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. നേരെ മറിച്ച് വായിലേക്കെത്തിയ കഫം തുപ്പിക്കളയണം. അതിൽ തന്നെ 2 അഭിപ്രായമുണ്ട് പണ്ഡിതന്മാർ. എന്തായാലും തൊണ്ടയിലേക്കെത്തിയ കഫം അത് ഇറങ്ങിപ്പോകുന്നത് കൊണ്ട് എന്തില്ല? നോമ്പ് മുറിച്ച് കളയില്ല. അതാണ് 1-ാമത്തെ കാര്യം. 2-ാമത്തേത്, ചില ഹാർട്ട് പേഷ്യൻസിൻ്റെയൊക്കെ നാവിൻ്റെ അടിയിൽ ചില മരുന്ന് വെക്കും. അവർക്ക് നെഞ്ച് വേദനയൊക്കെ വരുമ്പോൾ നാവിൻ്റെ അടിയിൽ മരുന്ന് വെക്കും. ആ മരുന്ന് വെച്ചത് കൊണ്ട് നോമ്പ് മുറിയില്ല. പക്ഷേ ആ മരുന്ന് അലിഞ്ഞു പോയി ഉമിനീരായി കുടിക്കരുത്, ഇറക്കരുത് എന്ന് മാത്രം. തുപ്പിക്കളഞ്ഞാലും മതി. അത് ഉമിനീരുമായി കൂടിച്ചേർന്ന് കുടിക്കരുത്. നേരെ മറിച്ച് അത് വെക്കുന്നത് കൊണ്ട് നോമ്പ് മുറിയുകയില്ല. ഇതാണ് 2-ാമത്തേത്. 3-ാമത്തേത് സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സ്ത്രീകൾക്ക് ഇപ്പോൾ ഗർഭിണികളായ സ്ത്രീകളാകട്ടെ, ഗർഭമുണ്ടാകാൻ സാധ്യതയുള്ള സ്ത്രീകളാകട്ടെ, അവരൊക്കെ ടെസ്റ്റ് ചെയ്യാൻ നേരത്ത് ഡോക്ടർമാർ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഗൈനക്കോളജിസ്റ്റുകൾ അവരുടെ യൂട്രസിലേക്ക് കൈകളിട്ടിട്ടൊക്കെയാണ് ടെസ്റ്റ് ചെയ്യുക. അങ്ങനെ കൈകളോ എന്തെങ്കിലും ഉപകരണങ്ങളോ ഒക്കെ ഇട്ടിട്ടാണ് ടെസ്റ്റ് ചെയ്യുക. അങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഈ സ്ത്രീയുടെ നോമ്പ് മുറിയുകയില്ല. ആരുടെ? ഏതാണോ ഗർഭിണി, ഏതാണോ ഗർഭമുണ്ട് എന്ന് ധരിക്കുന്ന സ്ത്രീ, അവരുടെ നോമ്പ് മുറിയുകയില്ല. ഇങ്ങനെ ഡോക്ടർ പരിശോധിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും സ്കാനിങ് നടത്തുന്നതിന് വേണ്ടി അവരുടെ മുൻധാരത്തിലൂടെ എന്തെങ്കിലും കടത്തി ചെയ്യുന്നതിനും അതൊന്നും അവരുടെ നോമ്പ് മുറിച്ച് കളയുന്നതല്ല. 4-ാമത്തെ കാര്യം, 4-ാമത്തേത് പല്ല് പറിക്കുക, പല്ല് ക്ലീൻ ചെയ്യുക, പല്ലിന് റൂട്ട് കനാൽ ചെയ്യുക. ഇതൊന്നും നോമ്പ് മുറിക്കുന്നതല്ല. ഇതൊക്കെ ചെയ്യാവുന്നതാണ്. പക്ഷേ
ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വരുന്ന വെള്ളങ്ങൾ ഇറക്കിക്കളയരുത്, തുപ്പിക്കളയണം. അതെന്തായാലും തുപ്പിക്കളയുക തന്നെ ചെയ്യും. അഞ്ചാമത്തേത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് മൽമലത്ത്, അതായത് വായി കൊപ്പിളിക്കുക. അതേപോലെ ഗർഗറത്തുണ്ട്. ഗർഗറത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ത്രോട്ട് ഇൻഫെക്ഷനൊക്കെ ഉള്ള ആളുകൾക്ക് ചിലപ്പോൾ ഉപ്പുവെള്ളമൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ കറന്ന് കാണിക്കേണ്ടി വരില്ലേ, അത് പിടിക്കാം. ഇത് ഇറങ്ങിപ്പോകാത്ത രൂപത്തിൽ, താഴേക്ക് ഇറങ്ങിപ്പോകാത്ത രൂപത്തിൽ അങ്ങനെയും തദാവിയായിക്കൊണ്ട് ചികിത്സാ രൂപത്തിൽ ചെയ്യാവുന്നതാണ്. അതും നോമ്പ് മുറിച്ച് കളയുന്നതല്ല. അതേപോലെ ഇഞ്ചക്ഷൻ എടുക്കുക. ആറാമത്തെ കാര്യം, ഇഞ്ചക്ഷൻ എടുക്കാവുന്നതാണ്. മരുന്നായിക്കൊണ്ട് എന്ത് ഇഞ്ചക്ഷനും ചെയ്യാവുന്നതാണ്. എന്തല്ലാത്ത കാലത്തോളം അത് ഭക്ഷണത്തിന് പകരമായിട്ടുള്ള ഇഞ്ചക്ഷൻ ആവരുത്. ഇയാൾക്ക് വിശപ്പുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇഞ്ചക്ഷൻ, അല്ലെങ്കിൽ ഇയാൾക്ക് ആരോഗ്യമുണ്ടാകാൻ വേണ്ടിയുള്ള ഇഞ്ചക്ഷൻ, അതാകരുത്. നേരെ മറിച്ച് ഇയാളുടെ രോഗപ്രതിരോധത്തിന് വേണ്ടിയുള്ള ഇഞ്ചക്ഷനുകൾ നടത്തുന്നത് കൊണ്ട് ഒരു തരത്തിലുമുള്ള നോമ്പ് മുറിഞ്ഞു പോവുകയും ഇല്ല എന്നുള്ളതാണ്. ഏഴാമത്തേത് ഓക്സിജൻ ഗ്യാസ് ഫിറ്റ് ചെയ്തതുകൊണ്ട് നോമ്പ് മുറിയില്ല. ഒരാൾക്ക് പെട്ടെന്ന് ഓക്സിജൻ ഇത് വെക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അത് നോമ്പ് മുറിച്ച് കളയുകയില്ല. എട്ടാമത്തേത് ഓയിൽ മസാജുകൾ നടത്തുന്നതുകൊണ്ട്, ഒരാളുടെ ശരീരത്തിൽ കുറേ ഓയിലുകളൊക്കെ പറ്റിയോ അങ്ങനെ ഓയിൽ മസാജുകൾ ചെയ്യില്ലേ, അങ്ങനെയുള്ള മസാജുകൾ ചെയ്യുന്നത് കൊണ്ടും എന്തില്ല, അയാളുടെ നോമ്പ് മുറിഞ്ഞു പോവുകയില്ല. എട്ടാമത്തേതാണോ ഒമ്പതാമത്താണോ? ഇനി ഒമ്പതാമത്തേത് ആൻജിയോഗ്രാം ചെയ്യില്ലേ, അതെങ്ങനെ ചെയ്യുക? കൈയോ കാലിലൂടെയോ ഞരമ്പിലൂടെ ഒരു ഉപകരണം കയറ്റി ഇവിടം വരെ എത്തിച്ചിട്ടാണ് ആൻജിയോഗ്രാം ചെയ്യുക. അങ്ങനെ ആൻജിയോഗ്രാം ചെയ്യുന്നത് കൊണ്ടും എന്തില്ല, ഒരാളുടെ നോമ്പ് മുറിഞ്ഞു പോവുകയില്ല. കാരണം ഇതൊന്നും ഭക്ഷണത്തിന് പകരമായിട്ട് പോകുന്നതല്ല. മാത്രമല്ല ഈ ആൻജിയോഗ്രാമിൻ്റെ കുഴലിലൂടെ എന്തോ ഒരു മരുന്നാണ് പുറത്തേക്ക് പോകുന്നത്. അത് ഹൃദയത്തിൻ്റെ വാൾവുകളിലൂടെ പോയിട്ട് അത് എക്സ്റേ എടുക്കുന്നതാണ്. അങ്ങനെ പോയാലും എന്തില്ല, നോമ്പ് മുറിയുകയില്ല. പത്താമത്തേത് എൻഡോസ്കോപ്പി നടത്തുന്നതുകൊണ്ടും എന്തില്ല, നോമ്പ് മുറിഞ്ഞു പോകില്ല. എൻഡോസ്കോപ്പി നടത്തുമ്പോൾ വായയുടെ ഉള്ളിലൂടെ കുഴലുകൾ കടത്തിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ വയറ് ചെക്ക് ചെയ്യുന്നത്. പക്ഷേ അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വയറിനകത്ത് ചിലപ്പോൾ ഈ എൻഡോസ്കോപ്പി കുഴലിലൂടെ ചിലപ്പോൾ എന്തെങ്കിലും അവിടെ ദർശിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മരുന്ന് കൂട്ടത്തിലിടുകയാണെങ്കിൽ അത് നോമ്പ് മുറിക്കും. കാരണം എന്താണ്, അത് വയറിനകത്തോട്ടേക്കാണ് നേരെ പോകുന്നത് എന്നതിനാൽ അത് നോമ്പ് മുറിക്കും. നേരെ മറിച്ച് വെറും ഈ ടെസ്റ്റിങ്ങിന് വേണ്ടി മാത്രം ഈ കുഴൽ ഉള്ളിലേക്ക് ഇറക്കിയിട്ട് എൻഡോസ്കോപ്പി നടത്തുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നോമ്പ് മുറിയുകയില്ല. ഇതൊക്കെ അവിടെ കിടക്കുന്ന സമയത്ത് അവൻ വിളിച്ചു ചോദിക്കുക, ഉസ്താദേ നോമ്പ് മുറിയുമോ? അതാണ് ഈ പറയുന്നത്. ഇപ്പോൾ ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് അതുകൊണ്ടാണ്. അതേപോലെ അല്ലാഹു തആല അങ്ങനെയുള്ള രോഗങ്ങളിൽ നിന്ന് നമ്മെ ഏവരെയും രക്ഷിക്കുമാറാകട്ടെ. നമ്മളുടെ തലച്ചോറിലേക്ക് അല്ലെങ്കിൽ മറ്റു ശരീരത്തിൻ്റെ ഭാഗത്തേക്ക് എന്തെങ്കിലും ഉപകരണങ്ങൾ കടത്തിക്കൊണ്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന ഒന്നും നമ്മുടെ നോമ്പ് മുറിക്കുകയില്ല. അതേപോലെ സാധാരണയായിട്ട് ആസ്മാരോഗികൾ, നഊദു ബില്ലാ, നമ്മെ അല്ലാഹു തആല രക്ഷിക്കുമാറാകട്ടെ, ആസ്മാരോഗികൾ ചെയ്യാറുള്ള ഇൻഹെയിലറുകൾ അത് നോമ്പ് മുറിക്കുകയില്ല. അതേപോലെ മോയിസ്ചറക്സുകൾ ഉണ്ടല്ലോ, അതായത് എന്താ പറയുക, ചുണ്ടിനൊക്കെ നനവ് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംഗതികൾ, അത് പരട്ടുന്നത് കൊണ്ട്, ലിപ്സ്റ്റിക്കിൻ്റെ കാര്യമല്ല പറയുന്നത്, ചുണ്ടിന്മേൽ അല്ലെങ്കിൽ മുഖത്ത് ഒക്കെ ചുണ്ടുമ്മ പറ്റുന്നതുകൊണ്ടാണല്ലോ വായിലേക്ക് ഇറങ്ങുള്ളൂ. അങ്ങനെ ചുണ്ടുമ്മ പറ്റുന്ന മോയിസ്ചറക്സായ സംഗതികൾ നോമ്പ് മുറിച്ച് കളയുകയില്ല. ഇതൊക്കെയാണ്. അതേപോലെ ചെവിയിൽ അത് നേരത്തെ പറഞ്ഞു, അത് കണ്ണിൽ മരുന്നുറ്റിച്ചാൽ അത് രണ്ടും, ചെവിയിലും കണ്ണിലും മരുന്നുറ്റിച്ചത് കൊണ്ട് നോമ്പ് മുറിയുകയില്ല. എന്നാൽ ഇത് രണ്ടിൻ്റെയും കയ്പ്പ് അല്ലെങ്കിൽ രുചി, ഉറ്റിച്ച മരുന്നിൻ്റെ രുചി വായിലേക്ക് എത്തുകയാണ് എങ്കിൽ അതിൽ പണ്ഡിതന്മാർ രണ്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, പ്രശ്നമില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ചില പണ്ഡിതന്മാർ അത് തുപ്പിക്കളയണം, കയ്പ്പൊക്കെ വരികയാണെങ്കിൽ തുപ്പിക്കളയണം എന്ന് പറയുന്നുണ്ട്. ഇതാണ് നോമ്പിൻ്റെ മുഫത്തിറാത്തുകളുമായി ബന്ധപ്പെട്ട് പറയാവുന്ന സംഗതികൾ. ഇനി ഉള്ളത് നോമ്പുകാരന് മുസ്തഹബായിട്ടുള്ള സംഗതികളാണ്. അത് പറയാൻ സമയമില്ല. ഇൻഷാ അള്ളാഹ്
നമുക്ക് ഇനിയും ഇതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ ഇനി വരും ദിവസങ്ങളിൽ വരുന്നുണ്ട്. പ്രത്യേകിച്ച് നാളെ ഇൻഷാ അല്ലാഹ് അസർ നമസ്കാരം മുതൽ അഹ്ലൻ റമദാൻ എന്ന ക്യാമ്പ് നടക്കുന്നതാണ്. അതിനെല്ലാവരും പങ്കെടുക്കുക. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കൂടുതൽ ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കും. അല്ലാഹു തആല നോമ്പിൻ്റെ ബാഹ്യവും ആന്തരികവുമായ രൂപത്തിൽ പരിപൂർണമായി നോമ്പ് നിർവഹിക്കാൻ അല്ലാഹു തആല നമുക്കേവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.